ഹായ് ഹലോ ഡിയേഴ്സ്, എല്ലാ മക്കൾക്കും എജ്യുമേറ്റിന്റെ മറ്റൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്നത്തെ ക്ലാസ്സിൽ നോക്കാനായിട്ട് പോകുന്നത് 4ാം ക്ലാസ്സിലെ മക്കളുടെ ഗണിതത്തിലെ 7ാമത്തെ പാഠമായിട്ടുള്ള പെരുക്കൽ പെരുമ എന്നതിലെ മുഴുവൻ പ്രവർത്തനങ്ങളാണ് കേട്ടോ. ക്ലാസ്സിലേക്ക് കിടക്കുന്നതിന് മുന്നേ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. അതുപോലെ വീഡിയോ നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് കൂടെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണേ. അപ്പോൾ ശരി, നമുക്ക് നേരെ ക്ലാസ്സിലേക്ക് കിടക്കാം. അഴിനിമല ഗവൺമെന്റ് LP സ്കൂളിൽ കുട്ടികളും അധ്യാപകരും രക്ഷിതാക്കളും ചേർന്ന് കണക്കുപെട്ടി തയ്യാറാക്കുകയാണ്. അഴിനിമല ഗവൺമെന്റ് LP സ്കൂളിൽ പഠനോപകരണ ശില്പശാലയാണ്. അതിന്റെ ഭാഗമായാണ് അവർ കണക്കുപെട്ടി തയ്യാറാക്കുന്നത്. മേധയുടെ കണക്കുപെട്ടി. മേധ തയ്യാറാക്കിയ കണക്കുപെട്ടിയിലെ ടോക്കൺ ബോർഡ് നോക്കൂ. ടോക്കൺ ബോർഡ് നോക്കി പട്ടിക പൂർത്തിയാക്കൂ. എത്ര വരികളുണ്ട് മക്കളെ? നോക്കൂ, 1, 2, 3 വരികളാണുള്ളത്. ഓരോ വരിയിലും എത്ര എണ്ണം വീതമുണ്ട്? ഒന്നാമത്തെ വരിയിൽ 8 എണ്ണം, രണ്ടാമത്തെ വരിയിലും 8 എണ്ണം, മൂന്നാമത്തെ വരിയിലും 8 എണ്ണം. ആകെ 3 വരികൾ. എണ്ണം എത്ര എണ്ണം ഉണ്ട്? 3 തവണ 8 അല്ലേ? അതായത് 8 കൂട്ടണം 8 കൂട്ടണം 8, 24 ആണ് ആകെ എണ്ണം. 8 ടോക്കൺ വീതമുള്ള 3 വരി. ആകെ എത്ര ടോക്കൺ? 3 തവണ 8 കൂട്ടി നോക്കുക. 8 കൂട്ടണം 8 കൂട്ടണം 8, അല്ലെങ്കിൽ നമുക്കതിനെ 8 ഗുണിക്കണം 3 എന്നും എഴുതാം, അല്ലെങ്കിൽ 3 ഗുണിക്കണം 8 എന്നും എഴുതാം. സമം 24. മാധവിന്റെ കണക്കുപെട്ടി. മാധവ് ടോക്കൺ ബോർഡ് മറ്റൊരു രീതിയിലാണ് വെച്ചത്. ഇതിൽ എത്ര ടോക്കൺ ഉണ്ട്? നോക്കൂ, 3 കൂട്ടണം 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 3. എത്ര തവണ 3 കൂട്ടിയിട്ടുണ്ട്? 8 തവണ 3 കൂട്ടിയിട്ടുണ്ട് അല്ലേ? 3 വരികളാണ് ഉള്ളത്, 8 തവണ കൂട്ടിയിട്ടുണ്ട്. 8 ടോക്കൺ വീതം 3 വരി. 3 തവണ 8, 3 ഗുണിക്കണം 8 സമം 24. മറ്റയാൾ പറയുന്നത് നോക്കൂ, 3 ടോക്കൺ വീതം 8 വരി. അങ്ങനെയും പറ്റും അല്ലേ? 3 ടോക്കൺ വീതം 8 വരിയുണ്ട്. 8 ഗുണിക്കണം 8 തവണ 3, 8 ഗുണിക്കണം 3 സമം 24. 3 തവണ 8ഉം 8 തവണ 3ഉം 24 തന്നെ. അതായത് 3 ഗുണിക്കണം 8 സമം 8 ഗുണിക്കണം 3 സമം 24 നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഓർഡർ മാറ്റി എന്ന് വെച്ച് ഉത്തരം മാറിപ്പോവാനായിട്ട് പോകുന്നില്ല. CU 24 ടോക്കൺ മറ്റൊരു രീതിയിൽ വച്ചത് നോക്കൂ. നോക്കൂ മക്കളെ, ആദ്യത്തേതിൽ 3 ഭാഗങ്ങളാക്കിയിട്ട് തിരിച്ചിട്ടുണ്ട്. ആദ്യത്തെ ഒരു കളത്തില് 8 എണ്ണം, രണ്ടാമത്തേതിലും 8 എണ്ണം, മൂന്നാമത്തേതിലും 8 എണ്ണം. അതായത് 8 ഗ്രൂപ്പുകളാണ് ഉള്ളത്. 8 എണ്ണം വീതമുള്ള 3 ഗ്രൂപ്പുകളാണ് ഉള്ളത്. അപ്പൊ അതിന് 3 ഗുണിക്കണം 8 എന്നെഴുതി. ഇനി മറ്റൊരു രീതിക്ക് നോക്കൂ, 4 വീതം. ഈ 8നെ നമുക്ക് 4 4 എന്ന് എഴുതി കൂടെ? 4 കൂട്ടണം 4 അല്ലേ 8. അപ്പോൾ 4 കൂട്ടങ്ങളുണ്ട്. ഒരു ഗ്രൂപ്പിനെ വീണ്ടും 2 ഗ്രൂപ്പാക്കിയിട്ട് മാറ്റിയിട്ടുണ്ട്. അപ്പൊ 4ന്റെ 1 2 3 4 5 6 ഗ്രൂപ്പുകളാക്കിയിട്ടുണ്ട്. അപ്പൊ 8നെ ആദ്യം 1 2 4ന്റെ 2 ഗ്രൂപ്പുകളാക്കുന്നു, 2 കൂട്ടങ്ങളാക്കുന്നു. അതിനെ 2 ഗുണിക്കണം 4 എന്ന് എഴുതി. പിന്നെ രണ്ടാമത്തെ കൂട്ടത്തിലുള്ള രണ്ടാമത്തെ ഗ്രൂപ്പായിട്ടുള്ള 8നെ വീണ്ടും 2 ഗ്രൂപ്പുകളാക്കുന്നു, 4 4. അതിനെ 2 ഗുണിക്കണം 4 എന്ന് എഴുതി. മൂന്നാമത്തെയും അതുപോലെ തന്നെ 2 ഗുണിക്കണം 4 എന്ന് എഴുതി. അതായത് 2 ഗുണിക്കണം 4 എന്ന രീതിക്കുള്ള 3 ഗ്രൂപ്പുകളാണ്, 3 കൂട്ടങ്ങളാണ് ഉള്ളത്. അപ്പൊ 3 ഗുണിക്കണം 2 ഗുണിക്കണം 4. അതായത് ഇവിടെ 2 ഗുണിക്കണം 4 എന്നത് 8നെ മാറ്റി എഴുതിയതാണ് കേട്ടോ. 3നെ നമ്മൾ 8 കൊണ്ട് ഗുണിച്ചു. അപ്പൊ അതുപോലെ തന്നെ 3നെ 8ന് പകരം 2 ഗുണിക്കണം 4 എന്ന് മാറ്റി ഗുണിച്ചു. അപ്പൊ നമുക്ക് എങ്ങനെ പറയാം? 3 ഗുണിക്കണം 8 സമം 3 ഗുണിക്കണം 2 ഗുണിക്കണം 4. 8നെ അതിന്റെ ചെറിയ ഘടകങ്ങളാക്കി മാറ്റിയതാണ് കേട്ടോ. 24 ടോക്കൺ ഇങ്ങനെയും വെക്കാമല്ലോ. നോക്കൂ, ആദ്യം 6 വീതമുള്ള 4 ഗ്രൂപ്പുകളാണ് ആക്കിയിട്ടുള്ളത്. അതിനെ നമുക്ക് 4 ഗുണിക്കണം 6 എന്ന് എഴുതാം. ഇനിയോ 6നെ വീണ്ടും എന്ത് ചെയ്തു? 3 വീതമുള്ള 2 കൂട്ടങ്ങളാക്കി മാറ്റി. അതായത് ഇപ്പോൾ ആകെ എത്ര കൂട്ടങ്ങളായി, അല്ലെങ്കിൽ ആകെ എത്ര ഗ്രൂപ്പുകളായി? ടോട്ടൽ 8 ഗ്രൂപ്പുകളായിട്ടുണ്ട്. 6നെ നമ്മൾ 3 വീതമാക്കി. അപ്പൊ ഒന്നാമത്തേതിൽ നമുക്ക് 4 ഗുണിക്കണം 3 എന്ന് വന്നു. ഒന്നാമത്തെ ഒരു ഗ്രൂപ്പിന് 4 ഗുണിക്കണം 3 എന്ന് വന്നു. 4 തവണ 3, അതാണ് ഈ 4 ഗുണിക്കണം 3 എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് കേട്ടോ. രണ്ടാമത്തെയും അതുപോലെ തന്നെ 4 തവണ 3 വന്നിട്ടുള്ളത്. 4 ഗുണിക്കണം 3. അപ്പോൾ ടോട്ടൽ 2 തവണ 4 ഗുണിക്കണം 3 വന്നു അല്ലെ? 1 2 തവണ 4 ഗുണിക്കണം 3 വന്നു. 2 ഗുണിക്കണം 4 ഗുണിക്കണം 3 നമുക്ക് എങ്ങനെ എഴുതാം? 4 ഗുണിക്കണം 6 സമം എത്രയാണ്? 2 ഗുണിക്കണം 4 ഗുണിക്കണം 3, അല്ലെങ്കിൽ 4 ഗുണിക്കണം 6നെ നമ്മൾ വീണ്ടും മാറ്റി എഴുതിയതാണ് 2 ഗുണിക്കണം 3. അപ്പൊ 4 ഗുണിക്കണം 6 സമം 4 ഗുണിക്കണം 2 ഗുണിക്കണം 3 എന്നും എഴുതാം. 8 എണ്ണം വീതമുള്ള 4 വരിയായാൽ ആകെ എത്ര ടോക്കൺ ലഭിക്കും? 8 എണ്ണം വീതമാണുള്ളത്, 4 വരികളാണുള്ളത്. അപ്പൊ 8 കൂട്ടണം 8 കൂട്ടണം 8,
8 കൂട്ടണം 8 എത്ര വന്നു മക്കളെ? ഒരു 2 തവണ 8 കൂട്ടിയാൽ 16, 3 തവണ 8 കൂട്ടിയാൽ 24, 4 തവണ 8 കൂട്ടിയാൽ 32. നമുക്കിതിനെ 4 ഗുണിക്കണം 8 സമം 32 എന്നും എഴുതാം. ഇനി നമുക്കിതിനെ എങ്ങനെ മാറ്റി എഴുതാം? 4 ഗുണിക്കണം 8നെ 2 ഗുണിക്കണം എത്രയോ ആക്കിയിട്ട് മാറ്റി എഴുതണം. എങ്ങനെയാ പറ്റുക? 4നെ നമുക്ക് അവിടെ തന്നെ വെച്ചിട്ട് 8നെ 2 ഗുണിക്കണം 4 എന്ന് എഴുതിക്കൂടെ? അതായത് 4 ഗുണിക്കണം 2 ഗുണിക്കണം 4. അപ്പൊ അതിൽ ഈ 2നെ ഇവിടെ നമുക്ക് തന്നിട്ടുണ്ട്. അപ്പൊ ബാക്കി 2 ഗുണിക്കണം 4 ഗുണിക്കണം 4. മനസ്സിലായോ മക്കളെ? ഗുണിക്കുമ്പോൾ നമ്മൾക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ഓർഡർ മാറ്റി എന്ന് വെച്ചിട്ട് ഉത്തരം മാറിപ്പോവാനായിട്ട് പോകുന്നില്ല. എട്ടെണ്ണം വീതമുള്ള 6 വരിയായാൽ ആകെ എത്ര ടോക്കൺ? അതായത് 8 വീതമുള്ള 4 വരിയായാൽ ആകെ 32 ടോക്കൺ ഉണ്ടായിരുന്നു. അപ്പോൾ 32 കൂട്ടണം. ഇനി 8 വീതം 6 ആവാൻ എത്ര കൂടെ വേണം? 2 കൂടെ വേണം. 8 ഗുണിക്കണം 2 അല്ലെങ്കിൽ 8 കൂട്ടണം 8 16 ആണ്. അപ്പോൾ 32 കൂട്ടണം 16. ഉത്തരം എന്ത് വരും? 48 എന്ന് വരും. അതായത് ഈ 8 ഗുണിക്കണം 6 അല്ലെങ്കിൽ 6 ഗുണിക്കണം 8 എന്ന് വെച്ചാൽ ഉത്തരം 48 ആണ്. നമുക്കിതിനെ ഇവിടെ ചെറിയ ഘടകങ്ങളാക്കിയിട്ട് എഴുതാൻ പറഞ്ഞിട്ടുണ്ട്. നോക്കൂ, 6 ഗുണിക്കണം 8 സമം 6നെ നമുക്ക് അങ്ങനെ തന്നെ എഴുതാം. 6 ഗുണിക്കണം 8നെ നമുക്ക് 2 ഗുണിക്കണം 4 എന്ന് എഴുതാം. 6 ഗുണിക്കണം 2 ഗുണിക്കണം 4. ടോക്കൺ കൊണ്ടൊരു ചതുരം. ശ്രവ്യയുടെ ടോക്കൺ ബോർഡ് നോക്കൂ. ചിത്രത്തിൽ ആകെ എത്ര ടോക്കൺ ഉണ്ട്? ആകെ എത്ര വരികളുണ്ടെന്ന് എണ്ണി നോക്കൂ മക്കളെ. 1 2 3 4 5 6 7 8 വരികളുണ്ട്. ഓരോ വരിയിലും എത്ര എണ്ണം വീതമുണ്ടെന്ന് എണ്ണി നോക്കൂ. 1 2 3 4 5 6 7 8 9 10 11 12. അപ്പോൾ 12 എണ്ണം വീതമുള്ള 8 വരികളാണ് ഉള്ളത്. അതായത് 8 തവണ 12 കൂട്ടി നോക്കിയാൽ ഉത്തരം കിട്ടും. അല്ലെങ്കിൽ 8 ഗുണിക്കണം 12 ചെയ്താൽ ഉത്തരം കിട്ടും. ഇനി ഇവിടെ ഈ 12 നിരയെ 10ഉം 2ഉം ആക്കി മാറ്റിയിട്ടുണ്ട്. നോക്കൂ, 12 നിരകളാണ് നമ്മൾ വരിയല്ല കൂട്ടിയിട്ടുള്ളത്. 8 വരിയാണുള്ളത്. നിരകൾ 12 ആണ് കേട്ടോ. അപ്പൊ 12 നിരയെ നമ്മൾ എന്താക്കി? 10 നിര ഒന്നും, ഈ ഓറഞ്ച് കളറിലുള്ളത് 10 നിര, പിന്നെ നീല നിറത്തിലുള്ളത് 2 നിരകൾ. കണ്ടോ? എല്ലാറ്റിലും എത്ര എണ്ണം വീതമുണ്ടെന്ന് എണ്ണി നോക്കുക. ഇനി ഇവിടെ വലിയ ചതുരത്തിലെ ടോക്കൺ, വലിയ ചതുരം എന്ന് പറയുമ്പോൾ ഓറഞ്ച് നിറത്തിലുള്ള വട്ടങ്ങൾ കണ്ടോ? ആ ചതുരമാണ് നോക്കേണ്ടത് കേട്ടോ. ഒരു നിരയിലെ ടോക്കൺ, ഒരു നിരയിൽ എത്ര ടോക്കണുകൾ ഉണ്ട് നോക്കൂ മക്കളെ. 1 2 3 4 5 6 7 8 8 ടോക്കണുകളാണുള്ളത്. നിരകളുടെ എണ്ണം 1 2 3 4 5 6 7 8 9 10 10 ഉണ്ട്. അപ്പൊ ആകെ ടോക്കൺ 8 ഗുണിക്കണം 10 അല്ലെങ്കിൽ 10 ഗുണിക്കണം 8 സമം, നമുക്കറിയാം എളുപ്പമാണ്. 10നെ ഏത് സംഖ്യയും 10 കൊണ്ട് ഗുണിക്കുമ്പോൾ സുഖമല്ലേ? ഒരു 0 ഇട്ട് കൊടുത്താൽ മതി അല്ലേ? അപ്പോൾ 80 ആണ് ഉത്തരം. 8നെ 10 കൊണ്ട് ഗുണിക്കുമ്പോൾ ഒരു 0 ഇട്ട് കൊടുക്കുക, 8ലേക്ക് ഒരു 0 ഇട്ട് കൊടുക്കുക, 80 ആണ് ഉത്തരം. ഇനി ചെറിയ ചതുരത്തിലെ ടോക്കൺ. ചെറിയ ചതുരം എന്ന് പറയുന്നത് നീല നിറത്തിലുള്ള ചതുരമാണ് കേട്ടോ. നീല നിറത്തിലുള്ള വട്ടങ്ങളുള്ള ചതുരമാണ്. ഒരു നിരയിലെ ടോക്കൺ നേരത്തെ പോലെ തന്നെ 1 2 3 4 5 6 7 8 8 മാറ്റമൊന്നുമില്ല. നിരകളുടെ എണ്ണത്തിൽ മാറ്റമുണ്ട്. നോക്കൂ, 1 2 നിരകളെ ഉള്ളൂ. ബാക്കി 10 നിരകൾ നേരത്തെ എണ്ണി അല്ലേ? അപ്പൊ 2 നിരകളെ ഉള്ളൂ. അപ്പൊ ആകെ ടോക്കൺ എന്ന് പറയുന്നത് 2 ഗുണിക്കണം 8 അല്ലെങ്കിൽ 8 ഗുണിക്കണം 2 സമം 16 ആണ്. അപ്പോൾ ബോർഡിലെ ആകെ ടോക്കൺ കാണാൻ എന്ത് ചെയ്താൽ മതി? 10 ഗുണിക്കണം 8, അതായത് ആദ്യത്തെ 10 നിരകളിലെ ടോക്കൺ കൂട്ടണം 2 ഗുണിക്കണം 8 രണ്ടാമത്തെ അല്ലെങ്കിൽ 2 നിരകളിലെ ടോക്കൺ. 10 ഗുണിക്കണം 8 80 ആണ്. 2 ഗുണിക്കണം 8 16 ആണ്. 80 കൂട്ടണം 16 സമം 96 ടോക്കണുകളാണ് ആകെ ഉള്ളത്. ഇനി നമുക്ക് ടോക്കൺ ഒന്നും വരയ്ക്കാതെ ഇങ്ങനെയും കണക്കാക്കാം. എങ്ങനെ? ആദ്യം 10 നിരകൾ, പിന്നെ 2 നിരകൾ. അതിനെ 10 2 എന്ന് 2 കളങ്ങളാക്കിയിട്ട് 2 കളങ്ങളിൽ എഴുതി. പിന്നെ ഒരു നിരയിലെ എണ്ണം, ഓരോ നിരയിലെയും ടോക്കണുകളുടെ എണ്ണം 8 ആണ്. അപ്പൊ 10 ഗുണിക്കണം 8 ക്രോസ് ആയിട്ട് ഗുണിച്ച് നോക്കുക. 10 ഗുണിക്കണം 8 80 ആണ്. 2 ഗുണിക്കണം 8 16 ആണ്. 80 കൂട്ടണം 16 സമം 96 ആണ് ഉത്തരം. ഇങ്ങനെയും കണക്കാക്കാം. എങ്ങനെ? 12 ഗുണിക്കണം 8 ആണ് നമുക്ക് ആകെ ചെയ്യേണ്ടത്. ആദ്യം 2നെയും 8നെയും ഗുണിക്കുന്നു. 2 ഗുണിക്കണം 8 16 ആണ്. പിന്നെ അതുപോലെ 2നെയും 8നെയും 10നെയും ഗുണിക്കുന്നു. ഈ 1 എന്നുള്ളത് 10 ആണ് അല്ലേ? 10നെയും 8നെയും ഗുണിക്കുമ്പോൾ 80 ആണ്. 16നെ നമ്മൾ 8 ഗുണിക്കണം 2 എന്ന് എഴുതി. 80നെ നമ്മൾ 8 ഗുണിക്കണം 10 എന്നെഴുതി. 8ലേക്ക് 2 ഗുണിക്കുമ്പോഴാണ് 16, 8ലേക്ക് 10 ഗുണിക്കുമ്പോഴാണ് 80. രണ്ടും കൂടെ കൂട്ടുന്നു. 16 കൂട്ടണം 80 96 ആയി. 12 ഗുണിക്കണം 8 കണക്കാക്കാൻ
10നെ 8 കൊണ്ട് ഗുണിച്ച സംഖ്യയും 2നെ 8 കൊണ്ട് ഗുണിച്ച സംഖ്യയും കൂട്ടിയാൽ മതി. ചുരുക്കത്തിൽ അതാണ് നമ്മൾ ഇത്രയും നേരം പറഞ്ഞത്. 12 ഗുണിക്കണം 8 നമുക്ക് കാണേണ്ടത്. 12നെ നമ്മൾ 10 കൂട്ടണം 2 എന്ന് മാറ്റി എഴുതി. സിമ്പിൾ അല്ലേ? 12നെ 10 കൂട്ടണം 2 എന്ന് എഴുതി. എന്നിട്ട് ഈ 10നെയും 2നെയും വേറെ വേറെ ആയിട്ട് 8 കൊണ്ട് ഗുണിച്ചു, രണ്ടും കൂടെ കൂട്ടി. അപ്പൊ നമുക്ക് 12 ഗുണിക്കണം 8ന്റെ ഉത്തരം കിട്ടും. ഗുണിച്ചും കണക്കാക്കാം. നോക്കൂ, 13 ഗുണിക്കണം 5 ആദ്യം ചെയ്യേണ്ടത്. 13നെ 10 3 എന്ന് മാറ്റി എഴുതി. 10 കൂട്ടണം 3 എന്ന് മാറ്റി എഴുതി. പിന്നെ 5നെ പൊതുവായിട്ട് 5 കൊണ്ടാണ് ഗുണിക്കേണ്ടത്. 10 ഗുണിക്കണം 5 50 3 ഗുണിക്കണം 5 15 50 കൂട്ടണം 15 65 ഉത്തരം. രണ്ടാമത്തേത് 23 ഗുണിക്കണം 5 23നെ 20 3 എന്ന് മാറ്റി എഴുതി. 20 കൂട്ടണം 3 എന്ന് മാറ്റി എഴുതി. പിന്നെ 5 കൊണ്ട് പൊതുവായി ഗുണിക്കുക. അപ്പൊ 20 ഗുണിക്കണം 5 എത്രയാണ്? 2 ഗുണിക്കണം 5 10 10ലേക്ക് ഈ ഒരു 0 കൂടെ ഇട്ട് കൊടുക്കുക. അപ്പോ 100 പിന്നെ 3 ഗുണിക്കണം 5 15 അപ്പോൾ 100 കൂട്ടണം 15 സമം 115 ഉത്തരം. ഈ രീതിയിൽ 14 ഗുണിക്കണം 6 24 ഗുണിക്കണം 3 എന്നിവ നോട്ട് ബുക്കിൽ ചിത്രീകരിക്കൂ. ആദ്യം നമുക്ക് 14 ഗുണിക്കണം 6 ചെയ്യാം. 14നെ നമുക്ക് 10 4 എന്നെഴുതാം. അതുപോലെ 6 പൊതുവായിട്ട് ഗുണിക്കുക. അപ്പൊ 10 ഗുണിക്കണം 6 60 4 ഗുണിക്കണം 6 എത്രയാണ്? 24 60 കൂട്ടണം 24 84 ഉത്തരം. 24 ഗുണിക്കണം 3 24നെ നമുക്ക് 20 കൂട്ടണം 4 20 4 എന്ന് എഴുതാം. 3നെ പൊതുവായി ഗുണിക്കുക. 20 ഗുണിക്കണം 3 എങ്ങനെ ചെയ്യാം? 2 ഗുണിക്കണം 3 6 ഒരു 0 കൂടെ ഇട്ട് കൊടുത്താൽ 20 ഗുണിക്കണം 3 60 4 ഗുണിക്കണം 3 12 60 കൂട്ടണം 12 72 ഉത്തരം. പൂരിപ്പിക്കൂ. ഇനി ഇവിടെ നിങ്ങൾക്ക് ഇതുപോലെ ചെയ്യാനായിട്ട് കുറച്ചുകൂടെ കണക്കുകൾ ചോദിച്ചിട്ടുണ്ട്. നോക്കൂ, 18 ഗുണിക്കണം 5 അത് നിങ്ങൾക്ക് അവിടെ എഴുതി തന്നിട്ടുണ്ട് ഉത്തരം അല്ലെ. 18നെ 10ഉം 8ഉം ആക്കിയിട്ട് ആദ്യം എഴുതാം. എന്നിട്ട് 5 കൊണ്ട് 2നെയും പൊതുവായിട്ട് ഗുണിക്കുകയും വേണം. അതായത് 10 ഗുണിക്കണം 5 കൂട്ടണം 8 ഗുണിക്കണം 5. എങ്ങനെ മനസ്സിലായല്ലോ മക്കളെ പറഞ്ഞത്? 18നെ 10ഉം 8ഉം ആക്കി എഴുതി. പിന്നെ 10 കൊണ്ട് 5നെ ഗുണിക്കുക, 8 കൊണ്ടും 5നെ ഗുണിക്കുക. അതാണ് അക്കാര്യമാണ് നിങ്ങൾക്ക് ഇവിടെ ബ്രാക്കറ്റ് ഇട്ട് തന്നിട്ടുള്ളത്. 10 കൊണ്ട് 5നെ ഗുണിച്ചു, 8 കൊണ്ടും 5നെ ഗുണിച്ചു. 10 കൊണ്ട് 5നെ ഗുണിച്ചാൽ 50, 8 കൊണ്ട് 5നെ ഗുണിച്ചാൽ 40. 50 ഗുണിക്കണം 40 90 ഉത്തരം. അടുത്ത കണക്ക് 16 ഗുണിക്കണം 5 നമുക്ക് എങ്ങനെ മാറ്റി എഴുതാം? 16നെ 10 ഗുണിക്കണം 5 10 6 എന്ന് മാറ്റി എഴുതാം അല്ലെ. ഇനി 10 കൊണ്ടും 5നെ ഗുണിക്കുക, 6 കൊണ്ടും 5നെ ഗുണിക്കുക. 10 ഗുണിക്കണം 5 6 ഗുണിക്കണം 5 10 ഗുണിക്കണം 5 50 6 ഗുണിക്കണം 5 30 50 ഗുണിക്കണം 50 കൂട്ടണം 30 80 ഉത്തരം. അടുത്തത് 13 ഗുണിക്കണം ഏതോ ഒരു സംഖ്യയാണ്. ഏത് സംഖ്യ കൊണ്ടാണ് ഗുണിച്ചത് എന്ന് തന്നിട്ടില്ല. പക്ഷെ ഒരു കാര്യം തന്നിട്ടുണ്ട്, അതിനെ ഘടകങ്ങളാക്കി മാറ്റി എഴുതിയത് തന്നിട്ടുണ്ട്. 10 ഗുണിക്കണം 3 കൂട്ടണം ഡാഷ് ഗുണിക്കണം 3. അപ്പോ 13 ഗുണിക്കണം 3 ആയിരിക്കും വരിക. കാരണം 10നെയും 3 കൊണ്ട് ഗുണിക്കുന്നുണ്ട്. 10നെ നമുക്ക് 10 ഗുണിക്കണം 3 10 കൂട്ടണം 3 എന്ന് എഴുതാം, 10 3 എന്ന് എഴുതാം. പിന്നെ പൊതുവായിട്ട് ഗുണിക്കാനുള്ളത് 2 ഗുണം പൊതുവായിട്ട് ഗുണിക്കുന്നത് 3 കൊണ്ടാണ് അല്ലെ. അപ്പോ 13 ഗുണിക്കണം 3നെ നമുക്ക് 10 ഗുണിക്കണം 3 അതായത് 13നെ 10 3 എന്നിങ്ങനെ രണ്ടാക്കി മാറ്റി എഴുതി. 10 ഗുണിക്കണം 3 3 ഗുണിക്കണം 3 10 ഗുണിക്കണം 3 30 3 ഗുണിക്കണം 3 9 30 കൂട്ടണം 9 39. ഇനി 10 ഗുണിക്കണം 4 കൂട്ടണം 3 ഗുണിക്കണം 4 എന്ന് നമുക്ക് തന്നിട്ടുണ്ട്. അതായത് 4നെ പൊതുവായിട്ട് ഏതോ ഒരു സംഖ്യയെ 4 കൊണ്ട് പൊതുവായിട്ട് ഗുണിച്ചിട്ടുണ്ട്. അപ്പോൾ മാറ്റി എഴുതിയിരിക്കുന്ന സംഖ്യ ഏതായിരിക്കും? 13 അല്ലെ. കാരണം നോക്കൂ, 10 ഗുണിക്കണം 4 മാറ്റി വെക്കുക, 3 ഗുണിക്കണം 4 അവിടെയുള്ള 4 മാറ്റി വെക്കുക. ബാക്കിയുള്ള സംഖ്യ ഏതൊക്കെയാണ്? 10 3 എന്ന് പറയുമ്പോൾ 10 കൂട്ടണം 3 13 സംഖ്യ വരുന്നത്. അപ്പൊ 13 ഗുണിക്കണം 4 13നെ നമ്മൾ 10 3 എന്ന് മാറ്റി എഴുതി. 4നെ 10 കൊണ്ടും 3 കൊണ്ടും ഗുണിച്ചു. 10 ഗുണിക്കണം 4 40 3 ഗുണിക്കണം 4 12 40 കൂട്ടണം 12 52 ഉത്തരം. അവസാനത്തേത് ഏതോ ഒരു സംഖ്യയാണ്. നോക്കൂ, സംഖ്യ ഏതാണെന്ന് എഴുതണം. ഗുണിച്ച സംഖ്യകൾ
മാറ്റി എഴുതിയിരിക്കുന്നത് തന്നിട്ടുണ്ട് നോക്കൂ. 10 ഗുണിക്കണം 7 കൂട്ടണം 3 ഗുണിക്കണം 7. അപ്പൊ ഇതിൽ പൊതുവായിട്ടുള്ള സംഖ്യ 7 അല്ലെ. അപ്പോൾ 7 എന്തായാലും ഗുണിക്കാനുണ്ട്. പിന്നെ 10 ഗുണിക്കണം 10 3 10ഉം ഉണ്ട് 3ഉം ഉണ്ട്. 10 3 എന്ന് പറയുമ്പോൾ 10 കൂട്ടണം 3 അതായത് 13. അപ്പൊ 13 ഗുണിക്കണം 7 ഉത്തരം അല്ല സംഖ്യ വരുന്നത്. 10 ഗുണിക്കണം 7 70. 3 ഗുണിക്കണം 7 21. 70 കൂട്ടണം 21 91 ഉത്തരം. ഗുണനം എന്ത് എളുപ്പം. 15 ഗുണിക്കണം 30 എത്രയെന്ന് കണക്കാക്കാമോ? 15നെ നമ്മൾ 10 5 എന്ന് എഴുതി പിന്നെ 30 കൊണ്ട് പൊതുവായി ഗുണിച്ചു. അതായത് 10 ഗുണിക്കണം 30 കൂട്ടണം 5 ഗുണിക്കണം 30. 10 ഗുണിക്കണം 30 എന്ന് വെച്ചാൽ എളുപ്പമല്ലേ. 10നെ 3 കൊണ്ട് ഗുണിച്ചാൽ 30. അതിലേക്ക് ഒരു 0 കൂടെ ഇട്ട് കൊടുക്കുക, അതായത് 300. 5 ഗുണിക്കണം 30 എന്ന് വെച്ചാലോ 5 ഗുണിക്കണം 3 15. പിന്നെ ഒരു 0 ഇട്ട് കൊടുക്കുക 150. 300 ഗുണിക്കണം 150 450 ഉത്തരം. മറ്റേതെങ്കിലും വഴിയുണ്ടോ? 15 ഗുണിക്കണം 3 എത്രയാണ്? 45 അല്ലെ. അതായത് 15നെ 10 5 എന്ന് എഴുതി പിന്നെ 10 ഗുണിക്കണം 3 കൂട്ടണം 5 ഗുണിക്കണം 3 45 ഉത്തരം. 15 ഗുണിക്കണം 30 ആയാലോ. അപ്പോ 45ലേക്ക് ഒരു 0 കൂടി ഇട്ട് കൊടുത്താൽ മതി അല്ലെ. 3ന് പകരം 30 എന്നേ ഉള്ളൂ. അപ്പൊ ഒരു 0 കൂടി ഇട്ട് കൊടുക്കുക 450 ഉത്തരം. 40 ഗുണിക്കണം 30 എത്രയാണ്? 4 ഗുണിക്കണം 3 12. അങ്ങനെയെങ്കിൽ 40 ഗുണിക്കണം 30 വരുമ്പോൾ 12ലേക്ക് 2 പൂജ്യങ്ങൾ ഇട്ട് കൊടുക്കേണ്ടി വരും. 1200. അതായത് 40ലെ ഒരു 0വും 30ലെ ഒരു 0വും 1200 ഉത്തരം. അതിനെ നമുക്ക് എഴുതി തന്നിരിക്കുന്നത് എങ്ങനെയാണ്? 4 ഗുണിക്കണം 3 12. 10 ഗുണിക്കണം 10 അതായത് 40ലെയും 30ലെയും 10കൾ എടുത്തു. 10 ഗുണിക്കണം 10 100. അപ്പൊ 40 ഗുണിക്കണം 30 എത്രയാണ്? 1200. ശരിയല്ലേ. 12 ഗുണിക്കണം 100 1200 ഉത്തരം. 70 ഗുണിക്കണം 70 എത്രയാണ്? 7 ഗുണിക്കണം 7 49. 10 ഗുണിക്കണം 10 100. അപ്പൊ 49 ഗുണിക്കണം 100. 49ലേക്ക് 2 പൂജ്യം കൂടെ ഇട്ട് കൊടുക്കുക 4900 ഉത്തരം. ഇനി ഇവ മനക്കണക്കാക്കി പറയൂ. നോക്കൂ. 30 ഗുണിക്കണം 3 3 ഗുണിക്കണം 3 9. പിന്നെ ഒരു 0 കൂടെ ഇട്ട് കൊടുത്താൽ മതി 90. 60 ഗുണിക്കണം 4 6 ഗുണിക്കണം 4 24. 24ലേക്ക് ഒരു 0 കൂടെ ഇട്ട് കൊടുക്കുക 240. 50 ഗുണിക്കണം 3 5 ഗുണിക്കണം 3 15. 15ലേക്ക് ഒരു 0 കൂടെ ഇട്ടാൽ 150. 40 ഗുണിക്കണം 40 4 ഗുണിക്കണം 4 16. 10 ഗുണിക്കണം 10 100. 16 ഗുണിക്കണം 100 1600 ഉത്തരം. കളങ്ങൾ പൂരിപ്പിക്കൂ. 24 ടോക്കൺ ഏതെല്ലാം രീതിയിൽ ചതുരമായി ക്രമീകരിക്കാം? പൂരിപ്പിക്കൂ. നോക്കൂ. 24നെ പല രീതിക്ക് എഴുതേണ്ടതാണ് ഇവിടെ തന്നിട്ടുള്ളത്. ഒരെണ്ണം അവിടെ തന്നിട്ടുണ്ട് 3 ഗുണിക്കണം 8. അതുപോലെ 8 ഗുണിക്കണം 3. രണ്ടും എന്താണ്? 24 തന്നെയാണ് ഉത്തരം. പിന്നെ ഏതൊക്കെ സംഖ്യകളുണ്ട്? ഏതൊക്കെ ഗുണിച്ചാൽ 24 ആകും? 1നെ 24 കൊണ്ട് ഗുണിച്ചാൽ 24 അല്ലേ. 1 ഗുണിക്കണം 24. അല്ലെങ്കിൽ അതിനെ തിരിച്ചെഴുതാം 24 ഗുണിക്കണം 1. പിന്നെ 2നെ ഗുണിക്കാൻ പറ്റും ഏതെങ്കിലും സംഖ്യ കൊണ്ട്? യെസ് പറ്റും. 12 കൊണ്ട് പറ്റും. 2 ഗുണിക്കണം 12 24. 12 ഗുണിക്കണം 2ഉം 24. പിന്നെ 3 കൊണ്ട് നമ്മൾ ഗുണിച്ചു 8നെ അല്ലെ. ഇനി 4 കൊണ്ട് ഗുണിക്കാൻ പറ്റുമോ? അതും പറ്റും. 4 ഗുണിക്കണം 6 24. അതിനെ തിരിച്ചെഴുതാം 6 ഗുണിക്കണം 4 24. ഇനി 3 ഗുണിക്കണം 8 24 അല്ലെ. 3 ഗുണിക്കണം 8നെ നമുക്ക് എങ്ങനെ എഴുതാം? 2 ഗുണിക്കണം 4 എന്ന് എഴുതാം. 3 ഗുണിക്കണം 2 ഗുണിക്കണം 4 സമം 24. 2 ഗുണിക്കണം 12 24. 2 ഗുണിക്കണം 12നെ 4 ഗുണിക്കണം 3 എന്ന് എഴുതാം. 2 ഗുണിക്കണം 4 ഗുണിക്കണം 3 സമം 24. 2 ഗുണിക്കണം 12 എത്രയാണ്? 24. പിന്നെ നമുക്ക് 6ന്റെ രീതിക്ക് എങ്ങനെ എഴുതാം? 2 ഗുണിക്കണം 12നെ 6 ഗുണിക്കണം 2 എന്ന് മാറ്റി എഴുതാം. അതായത് 2 ഗുണിക്കണം 6 ഗുണിക്കണം 2 സമം 24. 4 ഗുണിക്കണം 6 24. 4 ഗുണിക്കണം 6നെ നമുക്ക് 2 ഗുണിക്കണം 3 എന്ന് മാറ്റി എഴുതാം. 3 ഗുണിക്കണം 12 36. അതിനെ നമുക്ക് എങ്ങനെ മാറ്റി എഴുതാം? 3 ഗുണിക്കണം 12നെ നമുക്ക് 3 ഗുണിക്കണം 4 എന്ന് എഴുതാം. സമം 36. ഇനി 3 ഗുണിക്കണം 12നെ നമുക്ക് 6ന്റെ ഒരു 6 നമുക്ക് അവിടെ തന്നിട്ടുണ്ട്. ബാക്കി സംഖ്യകൾ എങ്ങനെ വരാം? 3 ഗുണിക്കണം 12നെ 2 ഗുണിക്കണം 6 എന്ന് എഴുതാം. അപ്പൊ 3 ഗുണിക്കണം 2 ഗുണിക്കണം 6 സമം 36. പാൽ വിതരണം.
അയനിമല സ്കൂളിലെ കുട്ടികൾക്ക് പാൽ കുടിക്കാൻ ആവശ്യമായ ഗ്ലാസ് ഗ്രാമപഞ്ചായത്ത് നൽകി. ഒരു പെട്ടിയിൽ 1/2 ഡസൻ ഗ്ലാസ് ഉണ്ട്. 21 പെട്ടി ഗ്ലാസ് ആണ് കൊടുത്തത്. സ്കൂളിൽ എത്ര ഗ്ലാസ് ആണ് കിട്ടിയത്? 1 ഡസൻ എന്നാൽ 12 എണ്ണമാണ്. അപ്പോൾ 1/2 ഡസൻ എന്ന് പറയുമ്പോൾ 12ന്റെ പകുതി 6 ആണ് ഉള്ളത്. അപ്പോൾ ഒരു പെട്ടിയിൽ 6 ഗ്ലാസുകളുണ്ട്. ഒരു പെട്ടിയിലുള്ള ഗ്ലാസുകൾ സമം 6 ആണ്. അങ്ങനെയുള്ള 21 പെട്ടി ഗ്ലാസ് ആണ് കൊടുത്തത്. ആകെ പെട്ടികൾ സമം 21 ആണ്. അപ്പോൾ ആകെ ഗ്ലാസുകൾ എത്രയായിരിക്കും? 6 വീതമുള്ള 6 ഗ്ലാസുകൾ വീതമുള്ള 21 പെട്ടി. അതായത് 21 ഗുണിക്കണം 6 അല്ലെങ്കിൽ 6 ഗുണിക്കണം 21. 21നെ നമുക്ക് 20 1 എന്നെഴുതാം. 20 കൂട്ടണം 1 എന്നെഴുതാം. പിന്നെ രണ്ടിനെയും പൊതുവായി 6 കൊണ്ട് ഗുണിക്കുക. 20 ഗുണിക്കണം 6 കൂട്ടണം 1 ഗുണിക്കണം 6. 20 ഗുണിക്കണം 6 എത്രയാണ്? 2 ഗുണിക്കണം 6 12 ആണ്. അതിലേക്ക് ഒരു 0 കൂടെ ഇട്ടാൽ മതി. 120. 1 ഗുണിക്കണം 6 6 120 കൂട്ടണം 6 126 ആണ് ഉത്തരം. പുരവനം സ്കൂളിൽ ഗ്രാമപഞ്ചായത്ത് 1 ഡസൻ ഗ്ലാസ് വീതമുള്ള 9 പെട്ടിയാണ് വിതരണം ചെയ്തത്. ആകെ എത്ര ഗ്ലാസ് കിട്ടി? എത്രയാണ് മക്കളെ കൊടുത്തത്? 1 ഡസൻ ആണ് അല്ലെ. 1 ഡസൻ എന്ന് വെച്ചാൽ 12 ആണ്. അപ്പോൾ ഒരു പെട്ടിയിലുള്ള ഗ്ലാസുകൾ സമം 12 ആണ്. 1 ഡസൻ സമം 12 ആണ്. അങ്ങനെയുള്ള 9 പെട്ടികൾ കൊടുത്തു. ആകെ പെട്ടികൾ 9. അപ്പോൾ ആകെ ഗ്ലാസുകൾ എന്ന് പറയുന്നത് 12 ഗുണിക്കണം 9 ആണ്. 12നെ നമുക്ക് 10 കൂട്ടണം 2 എന്ന് എഴുതാം. 9ന് 9 തന്നെ. 10 ഗുണിക്കണം 9 കൂട്ടണം 2 ഗുണിക്കണം 9. 10 ഗുണിക്കണം 9 90 ആണ്. 2 ഗുണിക്കണം 9 18 ആണ്. 90 കൂട്ടണം 18 108 ഗ്ലാസുകളാണ് ആകെ കൊടുത്തത്. പസിൽ കോർണർ. ചോദ്യം 1. ഒരു സംഖ്യയെ 8 കൊണ്ട് ഗുണിച്ചാൽ 120 കിട്ടും. ആ സംഖ്യയുടെ തൊട്ടടുത്ത സംഖ്യയെ 8 കൊണ്ട് ഗുണിച്ചാൽ എത്ര കൂടും? എന്താ പറഞ്ഞിട്ടുള്ള മക്കളെ? ഏതോ ഒരു സംഖ്യയെ നമ്മൾ 8 കൊണ്ട് ഗുണിച്ചു. അപ്പൊ നമുക്ക് ഉത്തരം 120 കിട്ടി. ഇനി ആ സംഖ്യയുടെ തൊട്ടടുത്ത സംഖ്യ, അതായത് നമ്മൾ 8 കൊണ്ട് ഗുണിച്ച ആ സംഖ്യയുടെ തൊട്ടടുത്തുള്ള സംഖ്യ 5 കൊണ്ടാണ് 8നെ ഗുണിച്ചതെങ്കിൽ അടുത്തത് 6 കൊണ്ട് 8നെ ഗുണിക്കുമ്പോൾ എത്ര കൂടുമെന്നാണ് ചോദിച്ചിട്ടുള്ളത്. അതായത് 8ന്റെ ഗുണന ഫലങ്ങളായിട്ടാണ് ഇവിടെ കൂടുക. 8 വീതമാണ് ഇവിടെ കൂടി വരിക. അപ്പൊ 120 കിട്ടിയിട്ടുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും അടുത്തത് 128 ആയിരിക്കും കിട്ടുക. അപ്പോൾ 8 കൂടിയത് 8 കൂടുക. ചോദ്യം 2. ഒരു സംഖ്യയെ 4 കൊണ്ട് ഗുണിച്ചാൽ 4172 കിട്ടും. ആ സംഖ്യയുടെ തൊട്ടടുത്ത സംഖ്യയെ 4 കൊണ്ട് ഗുണിച്ചാൽ എത്ര കിട്ടും? ഇവിടെ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെയാണ്. 4 കൊണ്ടാണ് സംഖ്യകളെ ഗുണിക്കുന്നത്. അതുകൊണ്ട് 4 വീതമാണ് കൂടി വരിക. 4172 കഴിഞ്ഞാൽ അടുത്ത സംഖ്യ കിട്ടണമെങ്കിൽ 4 കിട്ടണം. അതായത് 4176 ആയിരിക്കും കിട്ടുക. അപ്പോൾ കൂടുന്ന സംഖ്യ എത്രയാണ്? 4 ആണ്. ഒരു സംഖ്യയെ 7 കൊണ്ട് ഗുണിച്ചാൽ 238 കിട്ടും. ആ സംഖ്യയുടെ തൊട്ട് മുമ്പുള്ള സംഖ്യയെ 7 കൊണ്ട് ഗുണിച്ചാൽ എത്ര കിട്ടും? അതായത് 238 കിട്ടിയിട്ടുണ്ട്. നമ്മൾ ഏതോ സംഖ്യയെ 7 വീതമാണ് ഗുണിച്ച് കൂട്ടി വരുന്നത്. 238 ഏതോ ഒരു സംഖ്യയെ 7 കൊണ്ട് ഗുണിച്ചപ്പോൾ കിട്ടി. അപ്പോൾ അതിന്റെ തൊട്ട് മുമ്പുള്ള സംഖ്യ കൊണ്ടാണ് ഗുണിച്ചത്. അതായത് 238 കുറയ്ക്കണം 7 ചെയ്യണം. ഇതുവരെ നമ്മൾ അതിന് ശേഷമുള്ളതല്ലേ നോക്കിയത്, സംഖ്യയുടെ തൊട്ട് ശേഷമുള്ളത്. അപ്പോൾ കൂടി വന്നു. ഇവിടെ 238ന് തൊട്ട് മുൻപുള്ള സംഖ്യയാണ്. 238 കുറയ്ക്കണം 7 231 ഉത്തരം. ഗ്രാമപഞ്ചായത്ത് സഹായം. മിത്രയുടെ സ്കൂളിൽ ഗ്രാമപഞ്ചായത്ത് പുതിയ ഡെസ്കും കസേരയും എത്തിച്ചു. ഒരു ഡെസ്കിന് 4 കസേര വീതമാണ് കൊടുത്തത്. ഓരോ ക്ലാസ്സിനും കൊടുത്ത ഡെസ്കിന്റെ എണ്ണം ചുവടെ എഴുതിയിരിക്കുന്നു. ആകെ എത്ര ഡെസ്കും കസേരയുമാണ് കൊടുത്തത്? 1-ാം ക്ലാസ്സിന് കിട്ടിയത് 8 ഡെസ്ക് ആണ്. 2-ാം ക്ലാസ്സിന് കിട്ടിയത് 7 ഡെസ്ക്. 3-ാം ക്ലാസ്സിന് കിട്ടിയത് 9 ഡെസ്ക്. 4-ാം ക്ലാസ്സിന് കിട്ടിയത് 5 ഡെസ്ക്. ആകെ എത്ര എണ്ണം? ആകെ എത്ര ഡെസ്കുകൾ കിട്ടി മക്കളെ? 8 കൂട്ടണം 7 കൂട്ടണം 9 കൂട്ടണം 5 ചെയ്ത് നോക്കിയാൽ പോരെ? 8 കൂട്ടണം 7 15 ആണ്. 15ലേക്ക് 9 കൂട്ടിയാൽ 24. 24ലേക്ക് 5 കൂട്ടിയാൽ 29 ഡെസ്കുകളാണ് കിട്ടിയത്. ആകെ എത്ര കസേര കിട്ടി? ഒരു ഡെസ്കിന് 4 കസേര വീതമാണ് കിട്ടിയത്. അപ്പോൾ 29 ഡെസ്കിന് എത്ര കിട്ടിയിട്ടുണ്ടായിരിക്കും? 29 ഗുണിക്കണം 4 ചെയ്ത് നോക്കിയാൽ മതി. 29നെ നമുക്ക് 20 കൂട്ടണം 9 എന്ന് എഴുതാം. ഗുണിക്കണം, പിന്നെ പൊതുവായിട്ട് എന്തുകൊണ്ട് ഗുണിക്കുക? 4 കൊണ്ട് ഗുണിക്കുക. 20 ഗുണിക്കണം 4 എത്രയാണ്? 2 4 8 8ലേക്ക് 0 ഇട്ട് കൊടുക്കുക 80. 9 ഗുണിക്കണം 4 എത്രയാണ്? 36. അപ്പോൾ ആകെ കസേരകളുടെ എണ്ണം 80 കൂട്ടണം 36 116 ഉത്തരം.
ഇതിന് താഴെ തന്നെ മറ്റൊരു ചോദ്യം കൂടിയുണ്ട്. ഒരു ഡെസ്കിന് പിറകിൽ 5 കസേര വീതം നിരത്താൻ എത്ര കസേര വേണ്ടിവരും, എങ്ങനെ കണക്കാക്കാം? ആകെ 29 ഡെസ്കുകളാണ് അല്ലേ ഉള്ളത്. ഒന്നിന് പിറകെ 5 കസേര വീതം നിരത്തണം. അതായത് നമ്മൾ ഇതിപ്പോ ചെയ്തത് ഒരു ഡെസ്കിൽ പിറകിൽ 4 കസേരകളായിരുന്നു അല്ലെ. ഒരു ഡെസ്കിന് 4 കസേര എന്നുള്ള രീതിക്കായിരുന്നു. 5 കസേരയാണെങ്കിൽ ആകെ എത്രയാവും? 29 ഗുണിക്കണം 5. 20നെ നമുക്ക് 20 കൂട്ടണം 9 എന്ന് എഴുതാം. ഗുണിക്കണം 5. 20 ഗുണിക്കണം 5, 2 ഗുണിക്കണം 5 10 0 കൂടെ ഇട്ട് കൊടുക്കുക 100. 9 ഗുണിക്കണം 5 45 അപ്പൊ 100 കൂട്ടണം 45, 145 കസേരകൾ വേണ്ടിവരും. പാറ്റേൺ തുടരൂ, സംഖ്യാബന്ധം കണ്ടുപിടിക്കൂ. ഇവിടെ നമുക്കൊരു പാറ്റേൺ തന്നിട്ടുണ്ട്, നോക്കൂ. 1 ഗുണിക്കണം 9 കൂട്ടണം 1. മക്കള് ഒരു കാര്യം ശ്രദ്ധിക്കുക, ഈ ബ്രാക്കറ്റിൽ ഇട്ടിരിക്കുന്ന സംഖ്യ ഉണ്ടല്ലോ, അതായത് ഗുണനം. ബ്രാക്കറ്റിൽ നമുക്ക് എന്താണോ തന്നിരിക്കുന്നത് അത് ആദ്യം ചെയ്യണം കേട്ടോ. ബ്രാക്കറ്റിൽ വരുന്നത് അത് ആദ്യം ചെയ്യണം എന്നുള്ള അർത്ഥത്തിലാണ്. അപ്പൊ ഇവിടെ 1 ഗുണിക്കണം 9 ബ്രാക്കറ്റിൽ, അതായത് 1നെ ആദ്യം 9 കൊണ്ട് ഗുണിക്കണം. അതിനുശേഷം മാത്രമേ 1 കൂട്ടാൻ പാടുള്ളൂ കേട്ടോ. 1 ഗുണിക്കണം 9 9, അതിലേക്ക് 1 കൂട്ടുമ്പോൾ 10. 2 ഗുണിക്കണം 9 18, അതിലേക്ക് 2 കൂട്ടുമ്പോൾ 20. 3 ഗുണിക്കണം 9 27, അതിലേക്ക് 3 കൂട്ടിയാൽ 30. പിന്നെ അവസാനത്തേത് തന്നിട്ടുണ്ട് 10 ഗുണിക്കണം 9 എത്രയായിരിക്കും? കൂട്ടണം എത്രയാണ്? 10 ഗുണിക്കണം 9 90, അതിലേക്ക് 10 കൂട്ടിയാൽ 100. അപ്പൊ ഈ പാറ്റേൺ എങ്ങനെ നമുക്ക് പൂരിപ്പിക്കാം? 4 ഗുണിക്കണം 9 കൂട്ടണം 4 സമം 40. 5 ഗുണിക്കണം 9 കൂട്ടണം 5 സമം 50. 6 ഗുണിക്കണം 9 സമം കൂട്ടണം 6 സമം 60. 7 ഗുണിക്കണം 9 കൂട്ടണം 7 സമം 70. 8 ഗുണിക്കണം 9 കൂട്ടണം 8 സമം 80. 9 ഗുണിക്കണം 9 കൂട്ടണം 9 സമം 90. പിന്നെ അവസാനത്തെ തന്നിട്ടുണ്ട് 10 ഗുണിക്കണം 9 കൂട്ടണം 10 സമം 100. ഈ സംഖ്യാ പാറ്റേൺ ഉപയോഗിച്ച് താഴെ തന്നിരിക്കുന്നവയുടെ ഉത്തരം കണക്കാക്കുക. 15 ഗുണിക്കണം 9 കൂട്ടണം 15. ഉത്തരം 150 വരും അല്ലേ. നമ്മൾ ഇതുവരെ എഴുതിയ പാറ്റേണിൽ നമുക്ക് മനസ്സിലാക്കാൻ എന്ത്, ഒരു സംഖ്യ കൊണ്ട് 9നെ ഗുണിച്ച് അതേ സംഖ്യ കൊണ്ട് തന്നെ കൂട്ടുമ്പോൾ നമുക്ക് ആ സംഖ്യയിലേക്ക് ഒരു 0 ചേർത്ത് കൊടുത്താൽ മതി. അപ്പൊ 43 ഗുണിക്കണം 9 എന്ന് പറയുമ്പോൾ 43നെ 9 കൊണ്ട് ഗുണിച്ചു, പിന്നെ അതിലേക്ക് 43 കൂട്ടി, അപ്പൊ 430. 43ലേക്ക് ഒരു 0 കൂടെ ഇട്ട് കൊടുത്താൽ മതി. പിന്നെ 78 ഗുണിക്കണം 9 കൂട്ടണം 78 780. ഇതുപോലെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിക്ക് ഒന്ന് എഴുതാം. 91 ഗുണിക്കണം 9 കൂട്ടണം 91 910 ഉത്തരം. 10 കൊണ്ടും 20 കൊണ്ടും ഗുണിക്കാനുള്ള എളുപ്പവഴി കണ്ടെത്തി പട്ടിക പൂർത്തിയാക്കൂ. 10 കൊണ്ട് ഗുണിക്കുന്നത് നോക്കൂ മക്കളെ. 10 ഗുണിക്കണം 10 100. 11 ഗുണിക്കണം 10 110. 13 ഗുണിക്കണം 10 130. 16 ഗുണിക്കണം 10 160. 19 ഗുണിക്കണം 10 190. ആ സംഖ്യയിലേക്ക് 0 മാത്രം ആഡ് ചെയ്ത് കൊടുത്താൽ മതി അല്ലേ. അങ്ങനെയാണെങ്കിൽ അടുത്ത സംഖ്യ 20 ഗുണിക്കണം 10 എത്രയായിരിക്കും? 20ലേക്ക് ഒരു 0 കൂടെ ചേർത്ത് കൊടുത്താൽ മതി, 200. 21 ഗുണിക്കണം 10 210. 22 ഗുണിക്കണം 10 220. 23 ഗുണിക്കണം 10 230. 24 ഗുണിക്കണം 10 240. അങ്ങനെ വരും അല്ലേ. ഇനി 10 ഗുണിക്കണം 20, അതായത് 10 ഗുണിക്കണം 10 ചെയ്തതിപ്പോ നമ്മളിനി 10ന്റെ ഇരട്ടി 20 നോക്കി. 10ലേക്ക് 20 ഗുണിച്ചാൽ എങ്ങനെയാ മക്കളെ? 10ലേക്ക് 10 ഗുണിക്കുമ്പോൾ നമുക്ക് 100 കിട്ടിയത്. അപ്പൊ അതിന്റെ ഇരട്ടി ആയിരിക്കും ഇവിടെ കിട്ടുക. 100ന്റെ ഇരട്ടി 200. 10 ഗുണിക്കണം 20 200. 11 ഗുണിക്കണം 20. 11 ഗുണിക്കണം 10 110. അതിന്റെ ഇരട്ടി നമുക്ക് ഇവിടെ കിട്ടും, അതായത് 220. 13 ഗുണിക്കണം 10 130 അപ്പൊ അതിന്റെ ഇരട്ടി നമുക്ക് ഇവിടെ കിട്ടി. 13 ഗുണിക്കണം 20 കൊണ്ട് ചെയ്യുമ്പോൾ 260. 130ന്റെ ഇരട്ടി 260. 16 ഗുണിക്കണം 10 160. അതിന്റെ ഇരട്ടിയാണ് നമുക്ക് 16നെ 20 കൊണ്ട് ഗുണിച്ചപ്പോൾ കിട്ടിയത്, 320. ഇനി 19 ഗുണിക്കണം 10 190. അതിന്റെ ഇരട്ടി നമുക്കിവിടെ 20 കൊണ്ട് ഗുണിച്ചാൽ കിട്ടും. 190 കൂട്ടണം 190, അല്ലെങ്കിൽ 190 ഗുണിക്കണം 2. 19 ഗുണിക്കണം 20 സമം 380. ഇനി 20 ഗുണിക്കണം 10 200. അപ്പൊ 20 ഗുണിക്കണം 20 400. 200ന്റെ ഇരട്ടി 400. ഇനി 20 ഗുണിക്കണം 10 21 ഗുണിക്കണം 10 210. അപ്പോൾ 21 ഗുണിക്കണം 20 എത്രയാണ്? 210ന്റെ ഇരട്ടി 420. 22 ഗുണിക്കണം 10 220. അപ്പൊ 22 ഗുണിക്കണം 20 എന്ന് പറയുമ്പോൾ 220ന്റെ ഇരട്ടി 440 ഉത്തരം.
23 × 10 230 ഇപ്പൊ 23 × 20 എന്ന് പറയുമ്പോൾ 230ന്റെ ഇരട്ടി 460 ഉത്തരം. 10 × 10 100. 20 × 20, അതായത് 2 × 2 ചെയ്യുക. എന്നിട്ട് 2 0 ഇട്ട് കൊടുക്കുക. 2 × 2 4, 2 0 ഇട്ടാൽ 400. 30 × 30 3 × 3 9, 2 0 ഇട്ട് കൊടുക്കുക 900. 40 × 40 4 × 4 16, 2 0 ഇട്ട് കൊടുത്താൽ 1600. 50 × 50 5 × 5 25, അതിലേക്ക് 2 0 ഇടുക 2500. 60 × 60 6 × 6 36, 36ലേക്ക് 2 0 ഇട്ടാൽ 3600. 70 × 70 7 × 7 49, അതിലേക്ക് 2 0 ഇട്ട് കൊടുക്കുക 4900. 80 × 80 8 × 8 64, 64ലേക്ക് 2 0 ഇട്ടാൽ 6400. 80 × 80ന്റെ ഉത്തരം. 90 × 90 9 × 9 81, 81ലേക്ക് 2 0 ഇട്ട് കൊടുക്കുക 8100 ഉത്തരം. ഇതുപോലെ 30 40 50 എന്നീ സംഖ്യകൾ കൊണ്ട് എങ്ങനെ എളുപ്പത്തിൽ ഗുണിക്കാമെന്ന് കണ്ടുപിടിച്ച് നോട്ട് ബുക്കിൽ എഴുതൂ. എളുപ്പമാണ് മക്കളെ. 30 കൊണ്ട് 40 കൊണ്ട് 50 കൊണ്ടും ഒക്കെ ഏത് സംഖ്യ വേണമെങ്കിലും നിങ്ങൾക്ക് ഗുണിക്കാം. നോക്കൂ, ഞാൻ കുറച്ച് ഉദാഹരണങ്ങൾ നിങ്ങൾക്ക് തരാം. നോക്കൂ, 5 × 30. 5നെ 3 കൊണ്ട് ഗുണിച്ചാൽ നമുക്കറിയാം 15 അല്ലേ. അപ്പൊ 30നെ നിങ്ങൾ ഗുണിക്കുമ്പോൾ എന്ത് ചെയ്യാം, 30ലെ 0 മാറ്റി വെക്കുക. എന്നിട്ട് 3 കൊണ്ട് മാത്രം ആ സംഖ്യ ഗുണിക്കുക. ഉത്തരം കിട്ടിയ ശേഷം ആ 0 ഇട്ട് കൊടുത്താൽ മതി. 5 × 3 15, അതിലേക്ക് 0 ഇട്ട് കൊടുത്താൽ 150. പിന്നെ 10 × 30 10നെ ആദ്യം 3 കൊണ്ട് ഗുണിക്കുക. 10 × 3 30, അതിലേക്ക് 0 ഇട്ട് കൊടുക്കുക 300. 12 × 30 12നെ 3 കൊണ്ട് ഗുണിക്കുക 36, 36ലേക്ക് 0 ഇട്ടാൽ 360. പിന്നെ 15 × 30 15ലേക്ക് ആദ്യം നമ്മൾ 3 കൊണ്ട് ഗുണിക്കുക. 15 × 3 45, അതിലേക്ക് 0 ഇട്ട് കൊടുത്താൽ 450. പിന്നെ 20 × 30 2 അല്ലെങ്കിൽ 20 × 3 എന്ന് പറഞ്ഞാൽ 60, 60ലേക്ക് 30ന്റെ 0 ഇട്ട് കൊടുത്താൽ 600. ഇനി 30 കൊണ്ട് 30നെ ഗുണിച്ചാലോ, 30 × 30 ആയാലോ. 30നെ 3 കൊണ്ട് ഗുണിക്കുക 90, അതിലേക്ക് ഒരു 0 കൂടി ഇട്ട് കൊടുക്കുക 900. മനസ്സിലായോ? ഇങ്ങനെ ചെയ്ത് നോക്കിയാൽ മതി. ഇനി 40 കൊണ്ട് ഗുണിക്കുകയാണെങ്കിലോ, അതും ഇതുപോലെ തന്നെയാണ്. 40 കൊണ്ട് ആദ്യം 4നെ ഗുണിക്കുക, പിന്നെ ആ 0 ഇട്ട് കൊടുത്താൽ മതി. ഓക്കെ. അപ്പൊ നിങ്ങൾ 5 കൊണ്ട് 40നെ ഗുണിക്കുകയാണെങ്കിൽ 5 × 4 എത്രയാണ്? 20. പിന്നെ ഈ 0 കൂടി ഇട്ട് കൊടുക്കുക 200. 7 കൊണ്ട് 40നെ ഗുണിക്കുകയാണെങ്കിലോ, 7 × 4 എത്രയാണ്? 28 ആണല്ലേ. അപ്പോൾ 280. ഓക്കെ. 10 കൊണ്ട് 40നെ ഗുണിച്ചാലോ, 10 × 4 40 40ലേക്ക് 0 കൂടി ഇട്ടാൽ 400. ഇനി 15 കൊണ്ട് 40നെ ഗുണിക്കാന്ന് വിചാരിച്ചാലോ, 15 × 4 ആദ്യം ചെയ്യുക 60, 60ലേക്ക് ഒരു 0 കൂടെ ഇട്ടാൽ 600. 20 × 40 ചെയ്താലോ, 20 × 4 എത്രയാണ്? 80, 80ലേക്ക് ഒരു 0 കൂടെ ഇട്ടാൽ 800. അതാണ് 20 × 40ന്റെ ഉത്തരം. എളുപ്പമല്ലേ മക്കളെ? ഇനി 50നെ നമുക്ക് നോക്കണമെങ്കിലും ഇതുപോലെ തന്നെയാണ്. ഏതെങ്കിലും ഒരു സംഖ്യയെ ആ സംഖ്യ കൊണ്ട് ഗുണിക്കുക, 5 കൊണ്ട് ഗുണിക്കുക, എന്നിട്ട് 0 ഇട്ട് കൊടുത്താൽ മതി. അതായത് 5 × 50 എത്രയാണ്? 5 × 5 25, 0 ഇട്ട് കൊടുത്താൽ 250. 10 × 50 10 × 5 50, 50ലേക്ക് ഒരു 0 കൂടെ ഇട്ടാൽ 500. 12 × 5 12 × 5 എത്രയാണ്? 60, 60ലേക്ക് ഒരു 0 കൂടെ ഇട്ടാൽ 600. 20 × 50 20 × 5 100, അതിലേക്ക് ഒരു 0 കൂടെ ഇട്ടാൽ 1000. മനസ്സിലായോ മക്കളെ? ഇങ്ങനെ ആ സംഖ്യയെ നിങ്ങൾക്ക് ഏറ്റവും ചെറിയ സംഖ്യയായ 4 കൊണ്ട് 5 കൊണ്ടൊക്കെ ഗുണിക്കുക, പകരം 0 അവസാനം ചേർത്ത് കൊടുക്കുക. ഇത് തന്നെയാണ് നിങ്ങൾക്കിനി 60 കൊണ്ടും 70 കൊണ്ടും 80 കൊണ്ടും ഒക്കെ ഗുണിക്കുമ്പോൾ ചെയ്യേണ്ട എളുപ്പവഴി എന്ന് പറയുന്നത്. പൂരിപ്പിക്കൂ, ബന്ധം കണ്ടുപിടിക്കൂ. നോക്കൂ മക്കളെ, ഇത് കാണുമ്പോൾ വലിയ കണക്കാണെന്ന് തോന്നും, പക്ഷെ എളുപ്പമാണ് കേട്ടോ. നോക്കൂ, നമുക്കിവിടെ 8ന്റെ ഗുണനപ്പട്ടിക, 6ന്റെ ഗുണനപ്പട്ടിക, 9ന്റെ ഗുണനപ്പട്ടിക, 5ന്റെ ഗുണനപ്പട്ടിക, ഇതാണ് പൂരിപ്പിക്കേണ്ടത്. നടുവിലുള്ളത് അവിടെ നിൽക്കട്ടെ, 14ന്റെ ആണ്. അതെങ്ങനെയാ വരുന്നതെന്ന് ഞാൻ പറയാം, അവിടെ നിൽക്കട്ടെ കേട്ടോ. ആദ്യം നമുക്കിത് പൂരിപ്പിക്കാം. 8ന്റെ ഗുണനപ്പട്ടിക നോക്കൂ. 1 × 8 8, 2 × 8 16, 3 × 8 24, 4 × 8 32, 5 × 8 40, 6 × 8 48, 7 × 8 56,
8 ഗുണിക്കണം 8 64, 9 ഗുണിക്കണം 8 72, 10 ഗുണിക്കണം 8 80. ഇനി 6ന്റെ ഗുണന പട്ടിക പൂർത്തിയാക്കൂ. 1 ഗുണിക്കണം 6 6, 2 ഗുണിക്കണം 6 12, 3 ഗുണിക്കണം 6 18, 4 ഗുണിക്കണം 6 24, 5 ഗുണിക്കണം 6 30, 6 ഗുണിക്കണം 6 36, 7 ഗുണിക്കണം 6 42, 8 ഗുണിക്കണം 6 48, 9 ഗുണിക്കണം 6 54, 10 ഗുണിക്കണം 6 60. 9ന്റെ ഗുണന പട്ടിക നോക്കൂ. 1 ഗുണിക്കണം 9 9, 2 ഗുണിക്കണം 9 18, 3 ഗുണിക്കണം 9 27, 4 ഗുണിക്കണം 9 36, 5 ഗുണിക്കണം 9 45, 6 ഗുണിക്കണം 9 54, 7 ഗുണിക്കണം 9 63, 8 ഗുണിക്കണം 9 72, 9 ഗുണിക്കണം 9 81, 10 ഗുണിക്കണം 9 90. 5ന്റെ ഗുണന പട്ടിക നോക്കൂ. 1 ഗുണിക്കണം 5 5, 2 ഗുണിക്കണം 5 10, 3 ഗുണിക്കണം 5 15, 4 ഗുണിക്കണം 5 20, 5 ഗുണിക്കണം 5 25, 6 ഗുണിക്കണം 5 30, 7 ഗുണിക്കണം 5 35, 8 ഗുണിക്കണം 5 40, 9 ഗുണിക്കണം 5 45, 10 ഗുണിക്കണം 5 50. ഓക്കെ, ഇത്രയും ഗുണന പട്ടിക മക്കൾക്ക് എളുപ്പമല്ലേ? ഇനി നമുക്കറിയാം 8ഉം 6ഉം 8ഉം 6ഉം കൂട്ടിയാൽ എത്രയാണ്? 14 അല്ലേ? അതായത് 1 ഗുണിക്കണം 8ഉം 1 ഗുണിക്കണം 6ഉം കൂട്ടിയാൽ 1 ഗുണിക്കണം 14 = 14 കിട്ടും. അതുപോലെ 2 ഗുണിക്കണം 8 16, 2 ഗുണിക്കണം 6 12, 16ഉം 12ഉം കൂട്ടിയാൽ എത്ര കിട്ടും? 2 ഗുണിക്കണം 14 28 കിട്ടും. മനസ്സിലായോ? 3 ഗുണിക്കണം 8 എത്രയാണ്? 24. 3 ഗുണിക്കണം 6 18. അപ്പൊ 24ഉം 18ഉം കൂട്ടിയാൽ നമുക്ക് എന്ത് വരും? 3 ഗുണിക്കണം 14ന്റെ ഉത്തരം കിട്ടും. അതുപോലെ 4 ഗുണിക്കണം 8 32. അതുപോലെ 4 ഗുണിക്കണം 6 എത്രയാണ് മക്കളെ? 24. 32ഉം 24ഉം കൂട്ടിയാൽ 4 ഗുണിക്കണം 14ന്റെ ഉത്തരം കിട്ടും. മനസ്സിലായോ? അതുപോലെ തന്നെയാണ് താഴെയുള്ള 9ന്റെയും 5ന്റെയും. 9ഉം 5ഉം കൂട്ടിയാൽ 14. അപ്പൊ 2 ഗുണിക്കണം 9ഉം 2 ഗുണിക്കണം 5ഉം കൂട്ടിയാൽ 2 ഗുണിക്കണം 14 കിട്ടും. 3 ഗുണിക്കണം 9ഉം 3 ഗുണിക്കണം 5ഉം തമ്മിലുള്ള ഉത്തരങ്ങൾ കൂട്ടിയാൽ 3 ഗുണിക്കണം 14 കിട്ടും. അങ്ങനെ 10 ഗുണിക്കണം 9 90ഉം 10 ഗുണിക്കണം 5 50ഉം കൂട്ടിയാൽ 10 ഗുണിക്കണം 14 140 ഉത്തരം കിട്ടും. ബില്ല് പൂരിപ്പിക്കാം. സ്കൂൾ സ്റ്റോറിൽ നിന്നും ഓരോ ക്ലാസ്സിലെയും കുട്ടികൾ വാങ്ങിയ സാധനങ്ങളുടെ ബില്ല് നോക്കൂ. ബില്ല് പൂരിപ്പിക്കൂ. ഇവിടെ വില വിവര പട്ടിക തന്നിട്ടുണ്ട്. ഇനം പെൻസിൽ കട്ടറിന് 1 രൂപ, റബ്ബർ കട്ടയ്ക്ക് 2 രൂപ, പെൻസിലിന് 3 രൂപ, സ്കെയില് 12 രൂപ, നോട്ട്ബുക്ക് 15 രൂപ, പേന 6 രൂപ, ബ്രഷ് 7 രൂപ, ബോക്സ് 25 രൂപ, കത്രിക 30 രൂപ. ഓരോരുത്തർ വാങ്ങിയ ബില്ല് നോക്കൂ. ബില്ല് 1, ബോക്സ് 2 എണ്ണം, അതായത് ഒരു ബോക്സിന് 25 രൂപയാണ്. അപ്പൊ 2 എണ്ണത്തിന് എത്രയാകും? 2 ഗുണിക്കണം 25. 25നെ നമുക്ക് 20 കൂട്ടണം 5 എന്ന് എഴുതാം. 20നെ നമുക്ക് 2 കൊണ്ട് ഗുണിക്കാം, അപ്പൊ 40. 5നെ 2 കൊണ്ട് ഗുണിച്ചാൽ 10. അപ്പൊ 40 കൂട്ടണം 10 50 ആകെ. സ്കെയിലിന് 1ന് 12 രൂപയാണ്. 4 എണ്ണം വാങ്ങി. അപ്പൊ ആകെ 4 ഗുണിക്കണം 12. 12നെ നമുക്ക് 10 കൂട്ടണം 2 എന്ന് എഴുതാം. ഇനി 10നെയും 2നെയും പൊതുവായി 4 കൊണ്ട് ഗുണിക്കുക. 4 ഗുണിക്കണം 10 40. 4 ഗുണിക്കണം 2 8. 40 കൂട്ടണം 8 48. അപ്പോൾ ആകെ 50 കൂട്ടണം 48. 50ലേക്ക് 48 കൂട്ടിയാൽ എത്രയാണ്? 0ലേക്ക് 8 കൂട്ടിയാൽ 8, 5ലേക്ക് 4 കൂട്ടിയാൽ 9, 98 ആകെ. ബില്ല് 2. പെൻസില് 1ന് 3 രൂപയാണ്, ബ്രഷിന് 1ന് 7 രൂപയാണ്. എത്ര എണ്ണം വീതം വാങ്ങി എന്ന് നമുക്ക് തന്നിട്ടില്ല. പക്ഷേ ഒരു കാര്യം തന്നിട്ടുണ്ട്. എന്ത്? ആകെ രൂപ 35. അപ്പൊ നമുക്ക് ഇത് രണ്ടും കൂടെ കൂട്ടിയാൽ ആകെ 35 കിട്ടുന്ന രീതിക്ക് നിങ്ങൾക്കിത് പൂരിപ്പിക്കാം. ഞാനിവിടെ പെൻസിൽ 7 എണ്ണം എന്ന് എഴുതി. അപ്പൊ നമുക്ക് 7 ഗുണിക്കണം 3 ആകെ 21 ആവും. പിന്നെ ബ്രഷ് 2 എന്ന് എഴുതി. 2 എണ്ണം വാങ്ങി. അപ്പൊ 2 ഗുണിക്കണം 7 14. അപ്പൊ 21 കൂട്ടണം 14 എത്രയാണ്? 35 ആകെ വരുന്നുണ്ട്. ഇനി മൂന്നാമത്തെ ബില്ല് നോക്കൂ. നോട്ട് ബുക്കും പെൻസിലും. അതും നമുക്ക് എത്ര എണ്ണം എന്ന് തന്നിട്ടില്ല. വില അറിയാം. നോട്ട് ബുക്ക് 1ന്റെ വില 15 രൂപയാണ്. പിന്നെ പെൻസിൽ 1ന്റെ വില 3 രൂപയാണ്. പിന്നെ എല്ലാം കൂടെ വാങ്ങുമ്പോൾ രണ്ടും കൂടെ വാങ്ങിയിട്ട് കൂട്ടുമ്പോൾ 90 രൂപ ആവുന്നുണ്ട്. ഓക്കെ, അപ്പൊ ഞാനിവിടെ നോട്ട് ബുക്ക് 4 എണ്ണം വാങ്ങി. അതായത് 4 ഗുണിക്കണം 15 ചെയ്ത് നോക്കണം. 15നെ നമുക്ക് 10 കൂട്ടണം 5 എന്ന് എഴുതാം. 4നെ 2 കൊണ്ടും പൊതുവായിട്ട് ഗുണിച്ച് നോക്കുക. 4 ഗുണിക്കണം 10 40. 4 ഗുണിക്കണം 5 20. 40 കൂട്ടണം 20 60 ആകെ. പിന്നെ പെൻസിൽ ഞാൻ ആകെ 10 എണ്ണം വാങ്ങി. അപ്പൊ 3 ഗുണിക്കണം 10 എത്രയാണ്? 30. അപ്പൊ ആകെ
60 കൂട്ടണം 30 90 രൂപയായില്ലേ. ഇനി നാലാമത്തെ ബില്ല് നോക്കൂ. സ്കെയിലും പേനയും റബ്ബർ കട്ടയും വാങ്ങിയിട്ടുണ്ട്. സ്കെയിലിന് ഒന്നിന് വില 12 രൂപ, പേനയ്ക്ക് ഒന്നിന് 6 രൂപ, റബ്ബർ കട്ടയ്ക്ക് 2 രൂപ. എത്ര എണ്ണം വീതം എന്ന് തന്നിട്ടില്ല, പകരം ആകെ 100 രൂപയായി എന്ന് പറഞ്ഞിട്ടുണ്ട്. ഞാൻ സ്കെയില് 3 വാങ്ങി. അതായത് 3 ഗുണിക്കണം 12 36 രൂപ. 12 നമുക്ക് 10 കൂട്ടണം 2 എന്നെഴുതാം. അപ്പൊ 3 ഗുണിക്കണം 10 30 3 ഗുണിക്കണം 2 6 30 കൂട്ടണം 6 36. ഇനി പേന എത്ര എണ്ണം വാങ്ങാം? പേനയുടെ വില 6 രൂപയാണ്. ആ പേന ഞാൻ 9 വാങ്ങി. അപ്പൊ 9 ഗുണിക്കണം 6 എത്രയാണ് മക്കളെ? 54 രൂപയായി അല്ലേ. അപ്പൊ 36 54 എത്രയായി? ആകെ 90 രൂപയായി. ഇനി ബാക്കി 10 രൂപ കൂടെ ആയാൽ നമുക്ക് 100 രൂപയാവും അല്ലേ. അപ്പോൾ ബാക്കി റബ്ബർ കട്ടയ്ക്ക് ഒന്നിന് 2 രൂപയാണ്. അപ്പൊ ഇനി 10 രൂപയാവണമെങ്കിൽ എത്ര റബ്ബർ കട്ട വേണം? 5 വാങ്ങാം അല്ലെ. 5 റബ്ബർ കട്ട വാങ്ങിയാൽ 5 ഗുണിക്കണം 2 10 അപ്പൊ എല്ലാം കൂടെ കൂട്ടുമ്പോൾ നമുക്ക് 100 രൂപ എന്ന് വരുന്നുണ്ട്. ജ്വാല 100 രൂപയ്ക്ക് 4 ഇനം സാധനങ്ങൾ വാങ്ങി. വാങ്ങിയത് എന്തൊക്കെയാകാം? ഓരോന്നും എത്ര എണ്ണം വീതമാകാം? ബില്ല് നോട്ട് ബുക്കിൽ തയ്യാറാക്കൂ. നിങ്ങൾക്ക് ഇഷ്ടമുള്ള സാധനങ്ങൾ വാങ്ങാം, എത്ര എണ്ണം വേണമെങ്കിലും വാങ്ങാം. ആകെ ഒരു കണ്ടീഷൻ മാത്രമേ ഉള്ളൂ. എല്ലാത്തിൻ്റെയും കൂടെ വില കൂട്ടുമ്പോൾ 100 രൂപയാണ് ആവേണ്ടത്. ആദ്യം നമുക്ക് നേരത്തെ ഉള്ളതുപോലെ ബില്ലിന്റെ ഒരു എന്താ പറയുക, ഒരു ബില്ല് തയ്യാറാക്കാം. ബില്ല് 5 എന്ന് പറഞ്ഞിട്ട് ഇനം, എണ്ണം, വില, ആകെ. കണ്ടോ? അങ്ങനെ ഒരു പട്ടിക തയ്യാറാക്കുക. ഇനി നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഇനം ഇവിടെ കൊടുക്കുക. എത്ര എണ്ണം വീതമാണ്, ഓരോന്നിന്റെ വില എത്രയാണ്, ആകെ എത്രയായി, അത് എഴുതി കൊടുക്കാം. ഞാൻ എഴുതിയിരിക്കുന്നത് നോക്കൂ. കത്രിക 1 ഒരെണ്ണം വാങ്ങി. കത്രികയുടെ വില 30 രൂപയാണ്. അപ്പൊ ആകെ 1 ഗുണിക്കണം 30 രൂപയായി. ബോക്സ് ഞാൻ ഒരെണ്ണം വാങ്ങി. അതിന്റെ വില ഒന്നിന്റെ വില 25 രൂപയാണ്. അപ്പോൾ ബോക്സിനായത് 1 ഗുണിക്കണം 25 രൂപയാണ്. അപ്പൊ ആകെ എത്ര രൂപയായി? 30 കൂട്ടണം 25 55 രൂപയായി. ഇനി 45 രൂപയുടെ സാധനം കൂടെ വാങ്ങണം. നോട്ട് ബുക്ക് 2 വാങ്ങി. ഒന്നിന് 15 രൂപയാണ്. അപ്പൊ ആകെ 2 ഗുണിക്കണം 15 30 രൂപയായി. ഇതുവരെ എത്ര രൂപയായി നോക്കൂ. 30 കൂട്ടണം 25 കൂട്ടണം 30, അതായത് 30 കൂട്ടണം 30 60ലേക്ക് 25 കൂടെ കൂട്ടിയാൽ 85. ഇനി 100 ആവാൻ ഒരു 15 രൂപ കൂടെ വേണം അല്ലേ. ഇതിന് ഞാൻ എന്ത് ചെയ്തു? ഒരു പെൻസിൽ വാങ്ങി. അതായത് 3 രൂപയാണ് പെൻസിലിന്. അപ്പോൾ 5 പെൻസിലുകൾ വാങ്ങി. 5 ഗുണിക്കണം 3 15 ആയില്ലേ. എല്ലാം കൂടെ കൂട്ടുമ്പോൾ നമുക്ക് 100 രൂപ കിട്ടുന്നുണ്ട്. പസിൽ കോർണർ. ആദിയുടെ സമ്പാദ്യപ്പെട്ടി. ആദിയുടെ ജന്മദിനത്തിൽ മുത്തശ്ശി സമ്പാദ്യപ്പെട്ടിയിലേക്ക് 1 രൂപയാണ് കൊടുത്തത്. ആദ്യ ദിവസം കിട്ടിയ രൂപയുടെ ഇരട്ടിയാണ് 2ാം ദിവസം കിട്ടിയത്. അതായത് ഒന്നിന്റെ ഇരട്ടി എന്ന് പറയുമ്പോൾ 2 ഗുണിക്കണം 1 2 മടങ്ങ് അല്ലേ. 2 രൂപയാണ് 2ാം ദിവസം കിട്ടിയത്. ഇനി 2ാം ദിവസം കിട്ടിയ രൂപയുടെ ഇരട്ടിയാണ് 3ാം ദിവസം കിട്ടിയത്. അപ്പൊ 3ാം ദിവസം കിട്ടിയത് എത്രയാണ്? 2ാം ദിവസം 2 രൂപയാണ് കിട്ടിയത്. അതിന്റെ ഇരട്ടി എന്ന് പറയുമ്പോൾ 2 ഗുണിക്കണം 2 4 രൂപയാണ് 3ാം ദിവസം കിട്ടിയത്. ഇങ്ങനെ തുടർന്നാൽ 7 ദിവസം കഴിയുമ്പോൾ സമ്പാദ്യപ്പെട്ടിയിൽ എത്ര രൂപയുണ്ടാകും? അപ്പൊ നമുക്ക് ഓരോ ദിവസത്തെ ആയിട്ട് കൂട്ടി നോക്കാം. നോക്കൂ. ആദ്യ ദിവസം 1 രൂപ കിട്ടി. 2ാം ദിവസം അതിലേക്ക് അതിന്റെ ഇരട്ടി 2 ഗുണിക്കണം 1 2 രൂപയായി. 3ാം ദിവസം 2 ഗുണിക്കണം 2 എത്രയായി? 4 രൂപയായി. 4ാം ദിവസം 2 ഗുണിക്കണം 4 8 രൂപ. 5ാം ദിവസം 2 ഗുണിക്കണം 8 16 രൂപ. 6ാം ദിവസം 2 ഗുണിക്കണം 16 32 രൂപ. 7ാം ദിവസം 2 ഗുണിക്കണം 32 64 രൂപ. ആകെ എത്ര കിട്ടിയെന്നറിയാൻ ഇതെല്ലാം കൂടെ കൂട്ടി നോക്കിയാൽ മതി അല്ലേ. അപ്പോൾ ആകെ 7 ദിവസം കിട്ടിയത് കൂട്ടുമ്പോൾ 127 രൂപയാണ് ആ 7 ദിവസം ആദ്യക്ക് കിട്ടിയത്. പെൻസിൽ പെട്ടി. മിൻഹ 5 പെൻസിൽ വീതം ഒരു പാക്കറ്റിലാക്കി. ഇത്തരം 4 പാക്കറ്റ് ഒരു പെട്ടിയിലാക്കി. നന്മ സ്റ്റോറിൽ 6 പെട്ടിയും മേന്മ സ്റ്റോറിൽ 4 പെട്ടിയും കൊടുത്തു. ആകെ എത്ര പെൻസിലാണ് കൊടുത്തത്? ഇപ്പൊ എങ്ങനെ ചെയ്യാം മക്കളെ? നോക്കൂ. ഒരു പെട്ടിയിൽ ഒരു പാക്കറ്റിൽ 5 പെൻസിലാണുള്ളത്. 4 പാക്കറ്റുകളാണ് ഒരു പെട്ടിയിലാക്കിയത്. അപ്പോൾ ഒരു പെട്ടിയിലുള്ള ആകെ പെൻസിലുകൾ എന്ന് പറയുമ്പോൾ 4 ഗുണിക്കണം 5 സമം 20 നന്മ സ്റ്റോറിൽ 6 പെട്ടി കൊടുത്തു. അതായത് 20 ഗുണിക്കണം 6. 20 ഗുണിക്കണം 6 എങ്ങനെ ചെയ്യാം? 2 ഗുണിക്കണം 6 12. അപ്പോൾ 20 ഗുണിക്കണം 6 എന്ന് പറയുമ്പോൾ 12ലേക്ക് ഒരു 0 കൂടെ ഇട്ട് കൊടുക്കുക. 120. മേന്മ സ്റ്റോറിൽ 4 പെട്ടി കൊടുത്തു.
അതായത് 20 ഗുണിക്കണം 4. അപ്പോൾ 2 ഗുണിക്കണം 4 8 8ലേക്ക് ഒരു 0 കൂടെ ഇട്ടാൽ 80 പെൻസിലാണ് മേന്മ സ്റ്റോറിൽ കൊടുത്തത്. ആകെ കൊടുത്ത പെൻസിലുകൾ കാണാൻ ഇത് രണ്ടും കൂടെ കൂട്ടി നോക്കിയാൽ മതി. 120 കൂട്ടണം 80 സമം 200 പെൻസിലുകളാണ് ആകെ കൊടുത്തത്. ഒരു പെൻസിലിന് 5 രൂപയാണ് വില. മിൻഹയ്ക്ക് എത്ര രൂപ കിട്ടി? അപ്പൊ എത്ര രൂപ കിട്ടിയെന്നറിയാൻ ആകെ കൊടുത്ത 200 പെൻസിലുകളെ 5 കൊണ്ട് ഗുണിച്ചാൽ മതി. 200 ഗുണിക്കണം 5 ചെയ്യുക. നമുക്ക് എങ്ങനെ ചെയ്യാം? 2 ഗുണിക്കണം 5 10 10ലേക്ക് 200-ലെ 2 പൂജ്യം കൂടി ഇട്ട് കൊടുത്താൽ ആകെ 1000 രൂപ കിട്ടിയിട്ടുണ്ടായിരിക്കും. അപ്പൊ ഇവിടെ മറ്റൊരു രീതിക്ക് തന്നിട്ടുണ്ട്, നോക്കൂ. ഒരു പാക്കറ്റിലുള്ള പെൻസിൽ സമം 5 ഒരു പെട്ടിയിലുള്ള പെൻസിൽ എത്രയാണ്? 4 ഗുണിക്കണം 5 പെൻസിലാണ് ഒരു പെട്ടിയിലുള്ളത്. അപ്പൊ 4 ഗുണിക്കണം 5 സമം 20. നന്മ സ്റ്റോറിൽ കൊടുത്ത പെൻസിൽ നമ്മൾ പറഞ്ഞു എത്രയാണ് മക്കളെ? 20 ഗുണിക്കണം 6 120. മേന്മ സ്റ്റോറിൽ കൊടുത്ത പെൻസിൽ 20 ഗുണിക്കണം 4 80. മിൻഹയ്ക്ക് കിട്ടിയ രൂപ സമം 5 ഗുണിക്കണം 200 സമം 1000 രൂപയാണ്. പസിൽ കോർണർ. മിൻഹയുടെ 2 കൈയിലും പെൻസിലുണ്ട്. ഇടത് കൈയിൽ നിന്നും ഒരു പെൻസിൽ എടുത്ത് വലത് കൈയിൽ വെച്ചപ്പോൾ അതിലെ എണ്ണം ഇടത് കൈയിലെ എണ്ണത്തിന്റെ ഇരട്ടിയായി. വലത് കൈയിലെ ഒരു പെൻസിൽ എടുത്ത് ഇടത് കൈയിൽ വെച്ചപ്പോൾ 2 കൈകളിലെയും പെൻസിലിന്റെ എണ്ണം തുല്യം. മിൻഹയുടെ ഓരോ കൈയിലും എത്ര പെൻസിലുണ്ട്? ഇത് കാണാനായിട്ട് നിങ്ങൾ വലത് കൈയിലും ഇടത് കൈയിലും ഇങ്ങനെ ഓരോ സംഖ്യകൾ വെച്ചിട്ട് ചെയ്ത് നോക്കുക. ഞാനിവിടെ നിങ്ങൾക്ക് തൽക്കാലം ഉത്തരം തരുന്നുണ്ട്, നോക്കൂ. ഇടത് കൈയിൽ 5 വലത് കൈയിൽ 7 പെൻസിലാണെന്ന് വിചാരിക്കുക. അപ്പൊ ഇടത് കൈയിൽ നിന്ന് ഒന്ന് എടുത്തു എന്ന് പറഞ്ഞാൽ 5-ൽ നിന്ന് 1 കുറഞ്ഞു അല്ലെ? 5 കുറയ്ക്കണം 1 4 ഇടത് കൈയിൽ. വലത് കൈയിലേക്ക് ആ ഒരു പെൻസിൽ കൊടുത്തപ്പോൾ 7 ഉള്ളത് എന്തായി? 7 കൂട്ടണം 1 8. അപ്പൊ 4-ന്റെ ഇരട്ടിയായില്ലേ 8? 4-ന്റെ ഇരട്ടിയല്ലേ 8? അതായത് ഇടത് കൈയിലെ പെൻസിലിന്റെ ഇരട്ടിയായി വലത് കൈയിലുള്ളത്. ഇനി എന്താ പറഞ്ഞിട്ടുള്ളത്? വലത് കൈയിൽ നിന്ന് ഒരു പെൻസിൽ എടുത്ത് ഇടത് കൈയിൽ വെച്ചപ്പോൾ 2 കൈകളിലെയും പെൻസിലിന്റെ എണ്ണം തുല്യമായി. അതായത് വലത് കൈയിൽ 7 ആയിരുന്നു, ഇടത് കൈയിൽ 5 ആയിരുന്നു. 7-ൽ നിന്ന് 1 എടുത്താൽ 7 കുറയ്ക്കണം 1 6. 5ലേക്ക് വെച്ചു കൊടുത്താൽ 5 കൂട്ടണം 1 6. രണ്ടും തുല്യമായില്ലേ? അപ്പോൾ ഉത്തരം വരുന്നത് ഇടത് കൈയിൽ 5 പെൻസിൽ വലത് കൈയിൽ 7 പെൻസിൽ എന്നാണ്. സ്കൂൾ ഉച്ചഭക്ഷണ പദ്ധതി. അയനിമല സ്കൂളിൽ ഭക്ഷണം പാകം ചെയ്യുന്നത് ശ്യാമള ചേച്ചിയാണ്. ഒരു ദിവസം 600 രൂപയാണ് കൂലി. ജൂൺ മാസം 20 ദിവസം ഭക്ഷണം പാകം ചെയ്തു. എത്ര രൂപ കൂലി കിട്ടി? ജൂലൈ മാസം 22 ദിവസം ജോലി ചെയ്തു. എത്ര രൂപ കൂലി കിട്ടി? നമുക്ക് ഓരോന്നായിട്ട് നോക്കാം. ആദ്യം ഒരു ദിവസം കിട്ടുന്ന കൂലി സമം 600 രൂപയാണ്. ജൂൺ മാസം ആകെ ജോലി ചെയ്തത് സമം 20 ദിവസമാണ്. 20 ദിവസം ലഭിക്കുന്ന കൂലി സമം എത്രയാണ്? 600 ഗുണിക്കണം 20 ചെയ്യണം. വളരെ എളുപ്പമല്ലേ മക്കളെ? 6 ഗുണിക്കണം 2 എത്രയാണ്? 12. 12ലേക്ക് 3 പൂജ്യം ഇട്ട് കൊടുക്കുക. അതായത് 600-ന്റെ 2 പൂജ്യവും 20-ന്റെ 1 പൂജ്യവും. അപ്പോൾ ഉത്തരം എത്രയായി? 12,000 രൂപയായി. ഇനി ജൂലൈ മാസം എത്ര ശമ്പളം കിട്ടും? ജൂലൈ മാസം ജോലി ചെയ്തത് 22 ദിവസമാണ്. അപ്പൊ ജൂലൈ മാസം കിട്ടുന്നത് 22 ഗുണിക്കണം 600. 22-നെ നമുക്ക് 20 കൂട്ടണം 2 എന്ന് എഴുതാം. 600-നെ നമുക്ക് 2 കൊണ്ടും ഗുണിച്ചു നോക്കാം. 600 20 ഗുണിക്കണം 600 12,000 നമ്മൾ പറഞ്ഞു. 12,000. പിന്നെ 2 ഗുണിക്കണം 600 എത്രയാണ്? 2 ഗുണിക്കണം 6 12. 12ലേക്ക് 2 പൂജ്യം ഇട്ട് കൊടുത്താൽ 1200. അപ്പോൾ 12,000 കൂട്ടണം 1200 13,200 രൂപയാണ് ജൂലൈ മാസം കിട്ടുന്നത്. 100 200 300 എന്നിവ കൊണ്ട് ഗുണിക്കാം. വളരെ എളുപ്പമാണ്. നമ്മൾ 10ഉം 20ഉം 30ഉം കൊണ്ടൊക്കെ ഗുണിച്ചില്ലേ, അതുപോലെ തന്നെയാണ്. 0 മാറ്റിവെച്ച് ബാക്കിയുള്ള സംഖ്യ കൊണ്ട് ഗുണിച്ചാൽ മതി. എന്നിട്ട് ശേഷം 2 പൂജ്യം ഇട്ട് കൊടുക്കുക. ആദ്യം 100 കൊണ്ട് ഗുണിച്ച പട്ടികയാണ് തന്നിട്ടുള്ളത്. നോക്കൂ. 1 ഗുണിക്കണം 100 സമം 100. 2 ഗുണിക്കണം 100 സമം 200. 3 ഗുണിക്കണം 100 സമം 300. 5 ഗുണിക്കണം 100 സമം 500. 8 ഗുണിക്കണം 100 സമം 800. 10 ഗുണിക്കണം 100 സമം എത്രയാണ്? 1 ഗുണിക്കണം 100 100ആണ്. അതിലേക്ക് ഒരു പൂജ്യം കൂടെ ഇട്ട് കൊടുക്കുക. 1000. 12 ഗുണിക്കണം 100 സമം 12ലേക്ക് 2 പൂജ്യം ഇട്ട് കൊടുക്കുക. 1200. 15 ഗുണിക്കണം 100 സമം 1500. 18 ഗുണിക്കണം 100 സമം 1800. 20 ഗുണിക്കണം 100 സമം 2000. 100 ഗുണിക്കണം 100 സമം
എങ്ങനെ ചെയ്യാം? 1 × 1 കഴിഞ്ഞിട്ട് 4 പൂജ്യങ്ങൾ ഇട്ട് കൊടുക്കുക, അതായത് 10,000. ഇനി 200ന്റെ പട്ടിക നോക്കൂ. 1 × 200 200, 2 × 200 400, 3 × 200 കാണാൻ 3 × 2 ചെയ്യുക, ശേഷം 2 പൂജ്യം ഇട്ട് കൊടുക്കുക, 600. 5 × 200 ആകുമ്പോൾ 5 × 2 ചെയ്യുക, 10, 10ലേക്ക് 2 പൂജ്യം കൂടി ഇട്ടാൽ 1000. 8 × 200 കാണാൻ 8 × 2 ചെയ്യുക, 16, 16ലേക്ക് 2 പൂജ്യം ഇട്ടാൽ 1600. 10 × 200 കാണാൻ 10 × 2 ചെയ്യുക, 20, 20ലേക്ക് 2 പൂജ്യം കൂടി ഇട്ടാൽ 2000. 12 × 200 കാണാൻ 12 × 2 ചെയ്യുക, 24, അതിലേക്ക് 2 പൂജ്യം കൂടി ഇട്ടാൽ 2400. 15 × 200 ചെയ്യാൻ 15 × 2 ചെയ്യുക, അപ്പോൾ 30, 30ലേക്ക് 2 പൂജ്യം കൂടി ഇട്ടാൽ 3000. 18 × 2 ചെയ്യാൻ 200 ചെയ്യാൻ 18നെ 2 കൊണ്ട് ഗുണിക്കുക, 36, അതിലേക്ക് 2 പൂജ്യം കൂടി ഇട്ടാൽ 3600. 20 × 200 ചെയ്യാൻ 2 × 2 ചെയ്യുക, 4, 4ലേക്ക് 20ലെ ഒരു പൂജ്യവും 200ലെ 2 പൂജ്യവും ഇടുക, അപ്പം 4000. പിന്നെ 100 × 200, 1 × 2 2ആണ്, 100ലെ 2 പൂജ്യവും 200ലെ 2 പൂജ്യവും ഇട്ട് കൊടുക്കുക, 20,000. ഇനി 300ന്റെ പട്ടിക എഴുതിയത് നോക്കൂ. 1 × 300, നമ്മളിപ്പോൾ ചെയ്തതുപോലെ തന്നെ ആദ്യം 1 × 3 ചെയ്യുക, ശേഷം 2 പൂജ്യം ഇട്ട് കൊടുക്കുക. പിന്നെ 2 × 300 ചെയ്യാൻ 2 × 3 6ആണ്, 6ലേക്ക് 2 പൂജ്യം കൂടി ഇട്ടാൽ 600. 3 × 300 കാണാൻ 3 × 3 ചെയ്യുക, 9ആണ്, 9ലേക്ക് 2 പൂജ്യം കൂടി ഇട്ടാൽ 900. 5 × 300 കാണാൻ 5 × 3 15ആണ്, അതിലേക്ക് 2 പൂജ്യം ഇട്ടാൽ 1500. 8 × 300, 8 × 3 24ആണ്, അതിലേക്ക് 2 പൂജ്യം കൂടി ഇട്ടാൽ 2400. 10 × 300 കാണാനോ, 10 × 3 എത്രയാണ് മക്കളെ? 30ആണ്, 30ലേക്ക് 2 പൂജ്യം ഇട്ടാൽ 3000. 12 × 3 കാണാൻ 12 × 300 കാണാൻ 12 × 3 ആദ്യം ചെയ്യുക, 36ആണ്, 36ലേക്ക് 2 പൂജ്യം കൂടി ഇട്ട് കൊടുത്താൽ 3600. അടുത്തത് 15 × 300 ആണ്. 15നെ നമുക്ക് 3 കൊണ്ട് ഗുണിച്ചാൽ 45ആണ്, 45ലേക്ക് 2 പൂജ്യം ഇട്ട് കൊടുത്താൽ 4500. 18 × 300 എങ്ങനെ ചെയ്യാം? 18നെ ആദ്യം 3 കൊണ്ട് ഗുണിക്കുക, 54ആണ്, 54ലേക്ക് 2 പൂജ്യം കൂടി ഇട്ടാൽ 5400. 20 × 300, 2 × 3 6ആണ്, 6ലേക്ക് 3 പൂജ്യങ്ങൾ ഇട്ട് കൊടുക്കുക, അതായത് 20ന്റെ ഒരു പൂജ്യവും 300ന്റെ 2 പൂജ്യവും, അപ്പോൾ 6000. 100 × 300, 1 × 3 നമുക്കറിയാം 3ആണ്, പിന്നെ 100ന്റെ 2 പൂജ്യവും 300ന്റെ 2 പൂജ്യം ഇട്ട് കൊടുക്കുക, അപ്പോൾ 30,000 ഉത്തരം. 100, 200, 300 എന്നീ സംഖ്യകൾ കൊണ്ട് ഗുണിക്കാനുള്ള എളുപ്പവഴി നോട്ട് ബുക്കിൽ എഴുതൂ. നമ്മളിപ്പോൾ പറഞ്ഞത് തന്നെയാണ് അല്ലേ? ഏതെങ്കിലും ഒരു സംഖ്യയെ 100 കൊണ്ട് ഗുണിക്കാൻ ആ സംഖ്യയെ 1 കൊണ്ട് ഗുണിച്ച് 2 പൂജ്യം ഇട്ട് കൊടുക്കുക. ഏതെങ്കിലും ഒരു സംഖ്യയെ 200 കൊണ്ട് ഗുണിക്കാനാണെങ്കിൽ ആ സംഖ്യയെ 2 കൊണ്ട് ഗുണിച്ച് 2 പൂജ്യം ഇട്ട് കൊടുക്കുക. ഏതെങ്കിലും ഒരു സംഖ്യയെ 300 കൊണ്ട് ഗുണിക്കാനാണെങ്കിൽ ആ സംഖ്യയെ 3 കൊണ്ട് ഗുണിച്ച് ശേഷം 2 പൂജ്യം ഇട്ട് കൊടുക്കുക. പഠനയാത്ര. 4ാം ക്ലാസ്സിലെ 40 കുട്ടികളും 3 അധ്യാപകരും 2 രക്ഷിതാക്കളും ഗെയിം സിറ്റി കാണാൻ പോയി. മുതിർന്നവർക്ക് 100 രൂപയും കുട്ടികൾക്ക് 50 രൂപയുമാണ് ടിക്കറ്റിന്റെ വില. ആകെ എത്ര രൂപ കൊടുക്കണം? ഇപ്പം നമുക്ക് ഓരോരുത്തരുടേതായിട്ട് നോക്കാം. 40 കുട്ടികൾ, 3 അധ്യാപകർ, 2 രക്ഷിതാക്കൾ അല്ലേ? അപ്പം ഇതിൽ 40 കുട്ടികളാണ് കുട്ടികളായിട്ടുള്ളത്, പിന്നെ 3 അധ്യാപകരും 2 രക്ഷിതാക്കളും മുതിർന്നവരാണ്. അപ്പം ടോട്ടൽ 5 മുതിർന്നവരുണ്ട്. കുട്ടികൾക്ക് വേണ്ട ടിക്കറ്റിന്റെ വില എന്ന് പറയുന്നത് 50 രൂപയാണ്. ആകെ കുട്ടികൾ സമം 40ആണ്. അപ്പോൾ കുട്ടികൾക്ക് ചിലവായ ടിക്കറ്റിന്റെ തുക എന്ന് പറയുന്നത് 50 × 40. എങ്ങനെ ചെയ്യാം? 5 × 4 ചെയ്യുക, 20ആണ്, ശേഷം 2 പൂജ്യം ഇട്ട് കൊടുക്കുക, 2000 രൂപയാണ്. ഇനി മുതിർന്നവർക്ക് വേണ്ടതോ? ആകെ മുതിർന്നവർ 5 പേരാണ്, അതായത് 3 അധ്യാപകരും 2 രക്ഷിതാക്കളും. മുതിർന്നവരുടെ ടിക്കറ്റിന്റെ വില എന്ന് പറയുന്നത് 100 രൂപയാണ്. ആകെ ടിക്കറ്റിന് ചിലവായത് 5 × 100 500 രൂപയാണ്. അപ്പോൾ ആകെ ടിക്കറ്റുകൾക്ക്, അതായത് മുതിർന്നവർക്കും കുട്ടികൾക്കുമായി ആകെ ചിലവായത് 2000 കൂട്ടണം 500, 2500 രൂപയാണ്. നോക്കൂ, 1 × 96 = 96ആണ്.
2 ഗുണിക്കണം 48 ചെയ്ത് നോക്കിയാൽ 96 കിട്ടും. 4 ഗുണിക്കണം 24 ചെയ്താൽ നമുക്ക് 96 കിട്ടും. 8 ഗുണിക്കണം 12 ചെയ്താൽ നമുക്ക് 96 കിട്ടും. 16 ഗുണിക്കണം 6 ചെയ്താലും 96 കിട്ടും. 32 ഗുണിക്കണം 3 സമം 96 ഗുണനഫലത്തിന് എന്തെങ്കിലും പ്രത്യേകതയുണ്ടോ? ഉണ്ടല്ലേ. എല്ലാ ഗുണനഫലവും എന്താണ് 96 തന്നെ വരുന്നത്. അതായത് എല്ലാ ഗുണനഫലവും എന്താണ് ഒരേ സംഖ്യ തന്നെയാണ് വന്നിരിക്കുന്നത്. മതിൽ നിർമ്മാണം. മതിൽ കെട്ടാൻ മൈതാനത്ത് കല്ലടുക്കി വെച്ചത് നോക്കൂ. ഒരു വരിയിൽ 5 കല്ല് വീതം 3 വരി. ഇതുപോലെ 4 അടുക്ക് കല്ലുണ്ട്. ആകെ എത്ര കല്ല്? എന്തൊക്കെ കാര്യങ്ങൾ തോന്നിട്ടുണ്ട് ചോദ്യത്തില്? ഒരു വരിയിലുള്ള കല്ലുകൾ സമം 5 ആകെ വരികൾ സമം 3 അപ്പോൾ 3 വരിയിലുള്ള കല്ലുകൾ സമം 3 ഗുണിക്കണം 5 സമം 15 ഇതുപോലെ 4 അടുക്ക് കല്ലുണ്ട്. അതായത് 15 ഗുണിക്കണം 4 ചെയ്യണം അല്ലേ. നമ്മളിപ്പോൾ അടുക്കി വെച്ചത് 15 കല്ലുകളാണ്. അതുപോലെ 4 അടുക്കുണ്ട്. 15 ഗുണിക്കണം 4 എങ്ങനെ ചെയ്യാം? 15ന് നമുക്ക് 10 കൂട്ടണം 5 എന്ന് എഴുതാം. 10 ഗുണിക്കണം 4 40 5 ഗുണിക്കണം 4 20 40 കൂട്ടണം 20 സമം ആകെ 60 കല്ലുകളാണ് ഉള്ളത്. അക്കങ്ങളുടെ ഗുണനഫലം. 123 എന്ന സംഖ്യയിലെ അക്കങ്ങൾ ഗുണിച്ചു നോക്കൂ. അതായത് 123 എന്ന സംഖ്യയിൽ 1, 2, 3 എന്നീ അക്കങ്ങളാണുള്ളത്. 1 ഗുണിക്കണം 2 ഗുണിക്കണം 3 സമം 6 121 എന്ന സംഖ്യയിൽ അക്കങ്ങൾ ഗുണിച്ചാലോ? 1 ഗുണിക്കണം 2 ഗുണിക്കണം 1 സമം 2 ഈ രീതിയിൽ അക്കങ്ങളുടെ ഗുണനഫലം 2, 3, 5, 7 എന്നിവ വരുന്ന 3 അക്ക സംഖ്യകൾ എഴുതി നോക്കൂ. നമുക്ക് ഓരോന്നോരോന്നായിട്ട് നോക്കാം. മക്കൾ ചെയ്ത് നോക്കുക. ഞാൻ ഉത്തരം മാത്രമാണ് തരുന്നത് കേട്ടോ. അപ്പൊ 2 വരുന്നത് നമ്മൾ പറഞ്ഞു നോക്കൂ. 121 അല്ലേ. അതായത് 1 ഗുണിക്കണം 2 ഗുണിക്കണം 1 സമം 2. ഇനി 3 വരുന്നതോ ഇതുപോലെ തന്നെ 131 ആയിരിക്കും അല്ലേ. 2 ഭാഗത്തും 1 നടുവിലെ സംഖ്യ മാത്രം അത്. അപ്പൊ നമുക്ക് കിട്ടുന്നത് ആ സംഖ്യ തന്നെ ആയിരിക്കില്ലേ. 1 ഗുണിക്കണം 3 ഗുണിക്കണം 1 സമം 131. 5 വരുന്നതോ 151. 1 ഗുണിക്കണം 5 ഗുണിക്കണം 1. 7 വരുന്നത് 171. 1 ഗുണിക്കണം 7 ഗുണിക്കണം 1 സമം 7 ബാങ്കിലേക്ക്. മിത്രയുടെ അമ്മ പണമെടുക്കാൻ ബാങ്കിലെത്തി. 50 രൂപയുടെ 3 കെട്ട് നോട്ടാണ് കിട്ടിയത്. ഓരോ കെട്ടിലും 100 നോട്ട് വീതമുണ്ട്. ആകെ എത്ര രൂപ? അപ്പോൾ 50 രൂപയുടെ നോട്ടുകളാണ് കിട്ടിയത്. 3 കെട്ട് നോട്ടാണുള്ളത്. ഓരോ കെട്ടിലും 100 നോട്ട് വീതം ഉണ്ടല്ലേ. അപ്പോൾ ഒരു കെട്ടിലുള്ള നോട്ടുകൾ എന്ന് പറയുന്നത് എത്രയാണ്? 100 ഗുണിക്കണം 50 100 നോട്ടുകളാണുള്ളത്. 50ന്റെ നോട്ടുകളാണ്. 100 ഗുണിക്കണം 50 എത്രയാണ്? 1 ഗുണിക്കണം 5 5 3 പൂജ്യം ഇട്ട് കൊടുക്കുക 5000. 3 കെട്ട് നോട്ടുകളാകുമ്പോഴോ 3 ഗുണിക്കണം 5000. 3 ഗുണിക്കണം 5 15 15ലേക്ക് 3 പൂജ്യം കൂടെ ഇട്ട് കൊടുക്കുക 15000 രൂപയാണ് കിട്ടിയത്. ഗണിത മാഗസിൻ. ഗണിത മാഗസിനിലേക്ക് ശ്രവ്യ തയ്യാറാക്കിയ സംഖ്യാപട്ടിക നോക്കൂ. ഇവയുടെ പ്രത്യേകത എന്താണ്? 1 സമം 1 ഗുണിക്കണം 1. 1 കൂട്ടണം 3 അതായത് ആദ്യത്തെ 2 ഒറ്റക്ക സംഖ്യകൾ സമം 4 അതായത് ഈ 4 എന്ന് പറയുന്നത് എന്താണ്? 2 ഗുണിക്കണം 2 ഇനി 1 കൂട്ടണം 3 കൂട്ടണം അടുത്ത ഒറ്റ സംഖ്യയായ 5 കൂടെ കൂട്ടി. അപ്പോൾ 9 കിട്ടി. ഈ 9 എന്ന് പറയുന്നത് അടുത്ത സംഖ്യ രണ്ടും ഒരുപോലെയുള്ള സംഖ്യ ഗുണിക്കുന്നതിന് തുല്യമാണ്. അതായത് 3 ഗുണിക്കണം 3. പിന്നെ 1 കൂട്ടണം 3 കൂട്ടണം 5 കൂട്ടണം 7 സമം 16 അതായത് 4 ഗുണിക്കണം 4 അത്. അടുത്ത 4 വരി എഴുതുക. എന്ത് വരും? 1 കൂട്ടണം 3 കൂട്ടണം 5 കൂട്ടണം 7 കൂട്ടണം 9 സമം 25 അതായത് 5 ഗുണിക്കണം 5. പിന്നെ അടുത്ത് വരുന്നത് 6 ഗുണിക്കണം 6 ആയിരിക്കും അല്ലേ. അതായത് 1 കൂട്ടണം 3 കൂട്ടണം 5 കൂട്ടണം 7 കൂട്ടണം 9 കൂട്ടണം 11 സമം 6 ഗുണിക്കണം 6 36. പിന്നെ അടുത്തത് 1 കൂട്ടണം 3 കൂട്ടണം 5 കൂട്ടണം 7 കൂട്ടണം 9 കൂട്ടണം 11 കൂട്ടണം 13 സമം 49 സമം 7 ഗുണിക്കണം 7. നാലാമത്തെ വരി 1 കൂട്ടണം 3 കൂട്ടണം 5 കൂട്ടണം 7 കൂട്ടണം 9 കൂട്ടണം 11 കൂട്ടണം 13 കൂട്ടണം 15 സമം 64 അതായത് 8 ഗുണിക്കണം 8. ഇനി ഇവ കണക്കാക്കാമോ? നോക്കൂ. 1 കൂട്ടണം 3 കൂട്ടണം 5 കൂട്ടണം 7 കൂട്ടണം അങ്ങനെ വന്ന് 19 എന്ന ഒറ്റസംഖ്യ വരെയുള്ള ഒറ്റസംഖ്യകളാണ് കൂട്ടേണ്ടത്. അപ്പൊ എത്രയായിരിക്കും മക്കളെ അത്?
അത് കാണാനായിട്ട് നമുക്ക് എന്ത് ചെയ്താൽ മതി? ആദ്യം നോക്കൂ, ആദ്യം നമ്മൾ ഒരു സംഖ്യയായിരുന്നു, ഒരൊറ്റ സംഖ്യയായിരുന്നു എഴുതിയത്, ഒന്ന് മാത്രം. അതുകൊണ്ടാണ് നമ്മൾ അതിനെ 1 ഗുണിക്കണം 1 എന്ന് എഴുതിയത്. പിന്നെ 2 ഒറ്റ സംഖ്യകളായി, 1ഉം 3ഉമായി അല്ലേ കൂട്ടിയത്. അപ്പം അതുകൊണ്ട് അതിനെ 2 ഗുണിക്കണം 2 എന്ന് എഴുതി. പിന്നെ തുടർച്ചയായ ഒറ്റ സംഖ്യകളായ 3 ഒറ്റ സംഖ്യകൾ എഴുതി, അപ്പോൾ 3 ഗുണിക്കണം 3 എന്ന് എഴുതി. പിന്നെ തുടർച്ചയായ 4 ഒറ്റ സംഖ്യകൾ എഴുതി, അപ്പോൾ അതുകൊണ്ട് 4 ഗുണിക്കണം 4 എന്നായി. പിന്നെ അടുത്തത് തുടർച്ചയായ 5 ഒറ്റ സംഖ്യകളാണ് കൂട്ടിയത്, അതുകൊണ്ട് നമ്മൾ അതിനെ 5 ഗുണിക്കണം 5 എന്ന് വന്നു. അങ്ങനെയല്ലേ വന്നത്? അപ്പോൾ 1 മുതൽ 19 വരെ നമുക്ക് 10 ഒറ്റ സംഖ്യകളാണുള്ളത്. അപ്പോൾ ഉത്തരം എന്തായിരിക്കും? 10 ഗുണിക്കണം 10 100 ഉത്തരം. അടുത്തത് 1 കൂട്ടണം 3 കൂട്ടണം 5 കൂട്ടണം 7, അങ്ങനെ 99 വരെ. അപ്പോൾ ഏത് സംഖ്യ വെച്ച് ഗുണിച്ചാലാണ് നമുക്ക് ഉത്തരം കിട്ടുക? 99 വരെ എത്ര ഒറ്റ സംഖ്യകൾ ഉണ്ടെന്ന് നോക്കിയാൽ മതി അല്ലേ? നമുക്കറിയാം 99 വരെ 50 ഒറ്റ സംഖ്യകളുണ്ട്. 100 വരെ ആകുമ്പോൾ 50 ഇരട്ട സംഖ്യകളുണ്ട്. അങ്ങനെയാണ് നമ്മൾ പഠിച്ചത് അല്ലേ? 99 വരെ 50 ഒറ്റ സംഖ്യകളുണ്ട്. അപ്പോൾ വരുന്ന ഉത്തരം 50 ഗുണിക്കണം 50 സമം 2500 ഉത്തരം വരുന്നത്. തൊട്ടപ്പുറത്ത് തയ്യാറാക്കിയ സംഖ്യാ പട്ടിക നോക്കൂ. 2 സമം 1 ഗുണിക്കണം 2 ആദ്യത്തെ ഇരട്ട സംഖ്യയാണ് അല്ലേ? പിന്നെ 2 കൂട്ടണം 4 സമം 6, അതായത് തുടർച്ചയായ 2 ഇരട്ട സംഖ്യകൾ, അതായത് 2 ഗുണിക്കണം 3. പിന്നെ 2 കൂട്ടണം 4 കൂട്ടണം 6, അതായത് 3 ഇരട്ട സംഖ്യകൾ, തുടർച്ചയായ 3 ഇരട്ട സംഖ്യകൾ സമം 12, അതായത് 3 ഗുണിക്കണം 4. 3 സംഖ്യകളാണ്, അതിനോട് 4 കൂടെ ഗുണിച്ചു, 3 ഗുണിക്കണം 4. പിന്നെ 2 കൂട്ടണം 4 കൂട്ടണം 6 കൂട്ടണം 8 സമം 20, 4 സംഖ്യകളാണ്, അതുകൊണ്ട് 4 ഗുണിക്കണം 5. അടുത്ത 4 വരെ എങ്ങനെ എഴുതാം? 2 കൂട്ടണം 4 കൂട്ടണം 6 കൂട്ടണം 8 കൂട്ടണം 10 സമം 5 ഗുണിക്കണം 6 30. 2 കൂട്ടണം 4 കൂട്ടണം 6 കൂട്ടണം 8 കൂട്ടണം 10 കൂട്ടണം 12, 6 സംഖ്യകളാണുള്ളത്, അതുകൊണ്ട് 6 ഗുണിക്കണം 7. ഉത്തരം വന്നിരിക്കുന്നത് 42. പിന്നെ അടുത്തത് 2 കൂട്ടണം 4 കൂട്ടണം 6 കൂട്ടണം 8 കൂട്ടണം 10 കൂട്ടണം 12 കൂട്ടണം 14, അതായത് 7 സംഖ്യകൾ വന്നു. അപ്പോൾ 7 ഗുണിക്കണം 8ന്റെ ഉത്തരമായിരിക്കും 56. പിന്നെ നാലാമത്തെ വരി 2 കൂട്ടണം 4 കൂട്ടണം 6 കൂട്ടണം 8 കൂട്ടണം 10 കൂട്ടണം 12 കൂട്ടണം 14 കൂട്ടണം 16, 8 സംഖ്യകൾ വന്നു, അതുകൊണ്ട് 8 ഗുണിക്കണം 9 72. ഇനി ഇവ കണക്കാക്കാമോ? 2 കൂട്ടണം 4 കൂട്ടണം 6 കൂട്ടണം 8 കൂട്ടണം അങ്ങനെ 20 വരെ. 20 വരെ നമുക്ക് 10 ഇരട്ട സംഖ്യകളുണ്ട്, 10 ഇരട്ട സംഖ്യകളുണ്ട്, അതുകൊണ്ട് ഉത്തരം എന്ത് വരും? 10 ഗുണിക്കണം 11 110 എന്നായിരിക്കും വരുന്നത്. അതുപോലെ 2 കൂട്ടണം 4 കൂട്ടണം 6 കൂട്ടണം 8 അങ്ങനെ 100 വരെ. 100 വരെ എത്ര സംഖ്യകളുണ്ട് നമുക്ക്? 50 ഇരട്ട സംഖ്യകളുണ്ട്, അതുകൊണ്ട് ഉത്തരം 50 ഗുണിക്കണം 51 2550 വരുന്നത്. ഇനി നമുക്ക് ഇതിൽ കുറച്ച് തുടർ പ്രവർത്തനങ്ങളുണ്ട്, അത് ചെയ്ത് നോക്കാം. ചോദ്യം 1. അയനിമല സ്കൂളിന് ചുറ്റുമതിൽ കെട്ടുകയാണ്. 3 കൽപ്പണിക്കാരും 2 സഹായികളും ചേർന്ന് 8 ദിവസം കൊണ്ട് മതിൽ കെട്ടി. കൽപ്പണിക്കാരന് ഒരു ദിവസത്തെ കൂലി 1000 രൂപയും സഹായിക്ക് 800 രൂപയുമാണ്. മതിൽ കെട്ടാൻ ആകെ എത്ര രൂപയാണ് കൂലി കൊടുത്തത്? അപ്പൊ നമുക്ക് എങ്ങനെ ചെയ്യാം മക്കളെ? ഓരോരുത്തരുടേതായിട്ട് നോക്കാം, എന്നിട്ട് അവസാനം എല്ലാം കൂടി കൂട്ടി നോക്കിയാൽ മതി. ഒരു കൽപ്പണിക്കാരൻ്റെ ഒരു ദിവസത്തെ കൂലി എന്ന് പറയുന്നത് 1000 രൂപയാണ് അല്ലേ? അപ്പോൾ 3 കൽപ്പണിക്കാരുടെ ഒരു ദിവസത്തെ കൂലി എത്രയായിരിക്കും? 3 ഗുണിക്കണം 1000 സമം 3000 രൂപ. ഈ 3 കൽപ്പണിക്കാരുടെ 8 ദിവസത്തെ കൂലി എങ്ങനെയാവും? അപ്പോൾ 3000 ഗുണിക്കണം 8 ചെയ്യേണ്ടി വരും അല്ലേ? ഒരു ദിവസം 3000 വേണം. അപ്പോൾ 8 ദിവസത്തേക്ക് 8 ഗുണിക്കണം 3000 സമം 8 ഗുണിക്കണം 3 24. അതിലേക്ക് 3 പൂജ്യം കൂടെ ഇട്ട് കൊടുത്താൽ 24000 രൂപ. ഇനി ഒരു സഹായിയുടെ കൂലി എങ്ങനെ കാണാം? ഒരു സഹായിക്ക് ഒരു ദിവസത്തെ കൂലി 800 രൂപയാണ്. 2 സഹായിമാരായിരുന്നു ഉണ്ടായിരുന്നത്. അപ്പോൾ 2 സഹായികളുടെ ഒരു ദിവസത്തെ കൂലി എന്ന് പറയുന്നത് 2 ഗുണിക്കണം 800. 2 ഗുണിക്കണം 8 16. 16ലേക്ക് 2 പൂജ്യം കൂടെ ഇട്ട് കൊടുക്കുക. അപ്പോൾ 1600 രൂപ. ഇനി ഈ 2 സഹായികളുടെ 8 ദിവസത്തെ കൂലി എത്ര വരും? 1600നെ 8 കൊണ്ട് ഗുണിക്കേണ്ടി വരും. 8 ഗുണിക്കണം 1600. എങ്ങനെ ഗുണിക്കാം മക്കളെ? 1600 നമ്മൾ 8 ഗുണിക്കണം 16 ആദ്യം ചെയ്യാം. 16ന് നമുക്ക് 10 കൂട്ടണം 6 എന്ന് എഴുതാം. അപ്പോൾ 8 ഗുണിക്കണം 10 80, പിന്നെ 8 ഗുണിക്കണം 6 രണ്ടും കൂടെ കൂട്ടി നോക്കുക.
128 വരുന്നുണ്ട് അല്ലേ. അപ്പോൾ 8 ദിവസത്തെ കൂലി, എന്നിട്ട് 2 പൂജ്യം കൂടെ ഇട്ട് കൊടുത്താൽ മതി. അപ്പോൾ 12,800. അപ്പോൾ 8 ദിവസം 2 പേർക്കും കൂടെ വേണ്ട ആകെ കൂലി എന്ന് പറയുന്നത് എത്രയാണ്? ഈ രണ്ടും കൂടെ കൂട്ടി നോക്കിയാൽ മതി. അതായത് 24,000 കൂട്ടണം 12,800, 36,800 രൂപയാണ് ആകെ വേണ്ടി വരിക. ചോദ്യം 2. 6 പേനയ്ക്ക് 50 രൂപയാണ് വില. ഇത്തരം 15 പേന വാങ്ങാൻ എത്ര രൂപ വേണം? 6 പേനയുടെ വില സമം 50 രൂപയാണ്. അങ്ങനെയെങ്കിൽ 12 പേന വാങ്ങാൻ എത്ര രൂപ വേണ്ടി വരും? 100 രൂപ വേണ്ടി വരും അല്ലേ. 50 കൂട്ടണം 50 അല്ലെ, 50 ഗുണിക്കണം 2 സമം 100 രൂപ വേണ്ടി വരും. ഇനി ബാക്കി 3 പേന കൂടെയാണ് ഉള്ളത്. 3 പേനയ്ക്ക് 6 പേനയ്ക്ക് 50 രൂപയാണെങ്കിൽ 3 പേനയ്ക്ക് അതിൻ്റെ പകുതിയായിരിക്കും, അതായത് 25 രൂപയായിരിക്കും. അപ്പോൾ ബാക്കി 3 പേനയ്ക്ക് 25 രൂപ കൂടെ, അതായത് 100 കൂട്ടണം 25, ആകെ 125 രൂപ വേണം. ചോദ്യം 3. സംഖ്യകൾ ഗുണിച്ചെഴുതിയതുപോലെ വലതുവശത്തെ ഒഴിഞ്ഞ വട്ടങ്ങളിലെ സംഖ്യകൾ കണ്ടുപിടിച്ച് എഴുതുക. ആദ്യത്തേത് നോക്കൂ. 2 ഗുണിക്കണം 3, അതായത് 3 ഗുണിക്കണം 2 ആണ് 6. പിന്നെ 3നെ 6 കൊണ്ട് ഗുണിച്ചു, 3 ഗുണിക്കണം 6 18. 5നെ 2 കൊണ്ട് ഗുണിച്ചാൽ 10, 5നെ 6 കൊണ്ട് ഗുണിക്കുമ്പോൾ 5 ഗുണിക്കണം 6 30. ഇനി ഇവിടെ എങ്ങനെയാണ് 6 വരുന്ന രീതിക്ക് 6, 15, 18 അങ്ങനെ വരണം അല്ലേ. അതായത് ഏതാണ് വരിക മക്കളെ? മുകളിൽ 3 വരും, 6ന് തൊട്ടപ്പുറത്തായിട്ട് 2 വരും. അപ്പം 3 ഗുണിക്കണം 2 അല്ലെങ്കിൽ 2 ഗുണിക്കണം 3 6ആയി. പിന്നെ 3നെയോട് എന്ത് ഗുണിച്ചാൽ 15 ആവുക? 3ലേക്ക് 3 ഗുണിക്കുമ്പോഴാണ് അല്ലേ. സോറി, 3ലേക്ക് 5 ഗുണിക്കുമ്പോഴാണ് 5ആണ് വരിക. 3 ഗുണിക്കണം 5 15. പിന്നെ 3ലേക്ക് 3നോട് 6 ഗുണിക്കുമ്പോൾ 18 വരുന്നു. 3 ഗുണിക്കണം 6 18ആണ്. പിന്നെ അവസാനത്തെ കള അവിടെ നിൽക്കട്ടെ, നമുക്ക് നോക്കാം. 99ന് ഉത്തരം കിട്ടുന്ന രീതിക്ക് നമുക്ക് നോക്കാം. പിന്നെ അടുത്തത് 11. 11 ഗുണിക്കണം 2 22ആണ്. 11 ഗുണിക്കണം 5 55ആണ്. 11 ഗുണിക്കണം 6 66ആണ്. 11 ഗുണിക്കണം എത്രയാണ് 99? 11 ഗുണിക്കണം 9 ആണ് 99. അപ്പോൾ ഇവിടെ 9 ആണ് വരിക. 11 ഗുണിക്കണം 9 99. അപ്പോൾ 18ന് താഴെയുള്ള സംഖ്യ എന്ത് വരും? 3 ഗുണിക്കണം 9 സമം 9 27 ആണ് 18 താഴെ വരിക. ഇനി അടുത്ത നിര നോക്കാം. അതിന് ആദ്യത്തേത് അവിടെ നിൽക്കട്ടെ. രണ്ടാമത്തേത് നോക്കൂ, 40 ആണ്. 5നെ ഏത് സംഖ്യ കൊണ്ട് ഗുണിക്കുമ്പോഴാണ് നമുക്ക് 40 കിട്ടുക? 6 കൊണ്ടാണ് അല്ലേ, സോറി 8 കൊണ്ടാണ് അല്ലേ. 8 ഗുണിക്കണം 5 ആണ് 40. അപ്പോൾ ഇവിടെയുള്ള സംഖ്യ 8 ആണ്. 8നെ 2 കൊണ്ട് ഗുണിച്ചാൽ 16, 8നെ 6 കൊണ്ട് ഗുണിച്ചാൽ 48, 8നെ 9 കൊണ്ട് ഗുണിച്ചാൽ 72. ഇനി അവസാനത്തെ കടം നോക്കൂ. ആദ്യം ഒന്നും നോക്കണ്ട, നമുക്ക് അവിടെ ഒന്നും സംഖ്യയില്ല. ഇവിടെ 42 ഉണ്ട് അല്ലേ. അതായത് 6നെ ഏതോ ഒരു സംഖ്യ കൊണ്ട് ഗുണിക്കുമ്പോൾ നമുക്ക് 42 കിട്ടുന്നുണ്ട്. 6നെ 7 കൊണ്ട് ഗുണിക്കുമ്പോഴാണ് നമുക്ക് 42 കിട്ടുന്നത്. അപ്പോൾ മുകളിൽ 7 വരും. 7 ഗുണിക്കണം 2 നമുക്ക് ക്രോസായി ചെയ്യാം. 7 ഗുണിക്കണം 2 14, 7 ഗുണിക്കണം 5 35, 7 ഗുണിക്കണം 6 42 അവിടെ തന്നിട്ടുണ്ട്. 7 ഗുണിക്കണം 9 63. ഇങ്ങനെയാണ് ഇത് പൂരിപ്പിക്കേണ്ടത്. ചോദ്യം 4. 1 2 3 എന്നീ അക്കങ്ങൾ ഉപയോഗിച്ച് അക്കങ്ങൾ ആവർത്തിക്കാതെ രണ്ടക്ക സംഖ്യകൾ എഴുതൂ. വളരെ എളുപ്പമാണ്. നമുക്ക് ചെറുതിൽ നിന്ന് വലുതിലേക്ക് ഇങ്ങനെ എഴുതി തുടങ്ങാം. ആദ്യം 12 13, പിന്നെ 21 23, 31 32. ഇത്രയും സംഖ്യകളാണ് എഴുതാൻ പറ്റുന്നത്. ചോദ്യം 5. 1 2 3 4 എന്നീ അക്കങ്ങൾ ഉപയോഗിച്ച് അക്കങ്ങൾ ആവർത്തിക്കാതെ രണ്ടക്ക സംഖ്യകൾ എഴുതൂ. കുറച്ച് അധികം എഴുതാനുണ്ടായിരിക്കും. നോക്കൂ, ആദ്യം നമുക്ക് 1 വെച്ച് തുടങ്ങാം. 12 13 14, പിന്നെ അതുപോലെ 21 23 24, 31 32 34, 41 42 43. ഇത്രയും സംഖ്യകൾ നമുക്ക് എഴുതാം. അന്വേഷണം. ഏതെങ്കിലും ഒരു സംഖ്യയെ 9 കൊണ്ട് ഗുണിക്കുക. ഗുണനഫലത്തിലെ അക്കങ്ങൾ കൂട്ടുക. കൂട്ടിക്കിട്ടുന്ന സംഖ്യയിൽ ഒന്നിൽ കൂടുതൽ അക്കങ്ങൾ ഉണ്ടെങ്കിൽ അവ കൂട്ടുക. ഇങ്ങനെ ഒരക്കം കിട്ടുന്നത് വരെ കൂട്ടുക.
എന്താണ് കിട്ടിയത്? മറ്റ് സംഖ്യകളെടുത്ത് 9 കൊണ്ട് ഗുണിച്ച് ഇങ്ങനെ ചെയ്തു നോക്കൂ. അപ്പോൾ നമുക്ക് ഏതെങ്കിലും ഒന്ന് ചെയ്ത് നോക്കാം. ആദ്യം 2 നോക്കാം അല്ലേ. 2 എന്ന സംഖ്യയെ 9 കൊണ്ട് ഗുണിക്കാം. 2 ഗുണിക്കണം 9 എത്രയാണ്? 18 ആണ്. 18ലെ ഈ അക്കങ്ങൾ രണ്ടും കൂട്ടി നോക്കുക. അതായത് 1 കൂട്ടണം 8 എത്രയായി? 9 ആയി. ഈ കൂട്ടി കിട്ടുന്ന സംഖ്യയിൽ ഒന്നിൽ കൂടുതൽ അക്കങ്ങൾ ഉണ്ടെങ്കിൽ അവ നമുക്ക് വീണ്ടും കൂട്ടാം. പക്ഷെ ഇവിടെ നമുക്ക് 9 തന്നെയാണ് കിട്ടിയത്, അതുകൊണ്ട് അത് തന്നെ മതി. ഇനി നമുക്ക് 3 കൊണ്ട് കൂട്ടി ഗുണിച്ച് നോക്കിയാലോ. 3 ഗുണിക്കണം 9 27ആണ്. 27ൽ 2 കൂട്ടണം 7 എത്രയാണ്? 9 തന്നെയാണ് അല്ലേ. അതും ഒറ്റ സംഖ്യയേ ഉള്ളൂ. 4നെ 9 കൊണ്ട് ഗുണിക്കുമ്പോഴോ 4 ഗുണിക്കണം 9 36ആണ്. 3 കൂട്ടണം 6 9ആണ്. അതും 9 തന്നെയാണ് ഉത്തരം വരുന്നത്. ഇനി നമുക്ക് കുറച്ച് വലിയ സംഖ്യ എടുത്ത് നോക്കാം. അപ്പോൾ 10 ഗുണിക്കണം 9 നോക്കാം. 10ലേക്ക് 9 ഗുണിക്കുമ്പോൾ 90ആണ്. 90 കൂട്ടണം 9 കൂട്ടണം 0 9 തന്നെയാണ്. 11 ഗുണിക്കണം 9 നോക്കിയാലോ. 11 ഗുണിക്കണം 9 99ആണ്. 99ൽ അക്കങ്ങൾ കൂട്ടി നോക്കൂ. 9 കൂട്ടണം 9 18ആണ്. 18നെ നമുക്ക് വീണ്ടും കൂട്ടി നോക്കാം. 1 കൂട്ടണം 8 9ആണ്. എങ്ങനെ കൂട്ടിയാലും ഉത്തരം 9 തന്നെ വരുന്നുണ്ട്. അപ്പോൾ മക്കളെ, ഇത്രയും കാര്യങ്ങളാണ് നിങ്ങൾക്ക് പെരുക്കൽ പെരുമ എന്നുള്ള ഈ ചാപ്റ്ററിൽ പഠിക്കാനായിട്ടുള്ളത്. കുറച്ചൊരു വലിയ ചാപ്റ്ററാണ്. ഗുണനമായതുകൊണ്ട് എടുത്ത പാഠഭാഗവും അതുപോലെ ചെയ്ത ചോദ്യങ്ങളൊക്കെ എല്ലാ മക്കൾക്കും മനസ്സിലായിട്ടുണ്ടെന്ന് വിശ്വസിക്കുന്നു. വീഡിയോ ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് നമ്മുടെ ക്ലാസ് ഷെയർ ചെയ്തെടുക്കാൻ മറക്കരുത്. 4ാം ക്ലാസ്സിലെ മറ്റു വിഷയങ്ങളിലെ വീഡിയോസിന് വേണ്ടി ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. അതുപോലെ ഇന്നത്തെ ക്ലാസ്സിനെ കുറിച്ചുള്ള അഭിപ്രായങ്ങൾ മറക്കാതെ കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കുക കേട്ടോ. അപ്പോൾ ശരി, നമുക്ക് അടുത്ത ക്ലാസ്സിനെ വീണ്ടും കാണാം. താങ്ക്